പ്രൈസ് ദ ലോർഡ്. അരോമ ടിവിയുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരമായ നല്ല നിമിഷങ്ങൾക്കായി, നല്ല ദിവസത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അരോമ ടിവിയുടെ ശ്രോതാക്കളോടൊപ്പം വീണ്ടും ഒരുമിച്ച് ഒരു പ്രാവശ്യം കൂടി ഇപ്രകാരമായിരിക്കുന്നതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഇന്ന് അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവവും ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെയും കുറിച്ച് പങ്കുവയ്ക്കുന്നതിന് നമ്മൾ ക്ഷണം സ്വീകരിച്ച് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് പ്രിയ സുനിത സിസ്റ്ററാണ്. തൻ്റെ ജീവിതാനുഭവങ്ങൾ നമുക്കേവർക്കും ശ്രദ്ധയോടെ സ്കിപ്പ് ചെയ്യാതെ പ്രാർത്ഥനയോടെ അവസാനം വരെ കാണുകയും കേൾക്കുകയും ചെയ്യാം. അത് നമുക്കേവർക്കും അനുഗ്രഹമായി തീരട്ടെ. അപ്പോൾ തന്നെ നിങ്ങൾ പ്രിയപ്പെട്ടവർ കൂടി ഷെയർ ചെയ്ത് കൊടുക്കൂ. ദൈവനാമം അതിലൂടെ മയപ്പെടുക മുഖാന്തരമായി തീരുമല്ലോ. നാം എല്ലാവരും പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ പ്രിയ സുനിത സിസ്റ്ററിനെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടിയും അരോമറ്റയുടെ പ്രേക്ഷകരോടൊപ്പം സമയം ചെലവഴിക്കുന്നതിനായിട്ട് ഞങ്ങൾ സ്വാഗതം ചെയ്തുകൊള്ളും. പ്രൈസ് ലോർഡ് സിസ്റ്ററെ. സിസ്റ്ററിനെ അരോമാറ്റിയുടെ പ്രേക്ഷകരോടൊപ്പം പരിചയപ്പെടുത്താൻ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഒന്ന് പരിചയപ്പെടുത്താമോ സിസ്റ്ററെ? എവിടെ നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്? വീട്ടിൽ ആരൊക്കെയുണ്ട്? ഞാൻ ജോയിൻ ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലെ മരിയനാട് എന്ന സ്ഥലത്തു നിന്നാണ് പാസ്റ്റർ. വീട്ടില് ഞങ്ങള് എന്റെ ഭർത്താവുണ്ട്, എന്റെ പേര് സുരേഷ് എന്നാണ്. മൂന്ന് മക്കളും ഉണ്ട് പാസ്റ്റർ. ഓക്കെ, സിസ്റ്ററിനെ പരിചയപ്പെടുത്തി വളരെ സന്തോഷമുണ്ട്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. തുടർന്ന് അരോമാറ്റിയുടെ പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന ജീവിതാനുഭവങ്ങൾ തുടർമാനമായി സംസാരിക്കുന്നതിനായിട്ട് സമയം വേർതിരിച്ചുകൊള്ളും. നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആരോമ ടിവിയിൽ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എന്റെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. ഇത് സാക്ഷ്യം പറയുവാൻ വേണ്ടി എനിക്ക് അവസരം തന്ന ഡാനിയൽ ജോൺ പാസ്റ്റർക്കും കുടുംബത്തിനും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എന്റെ സ്നേഹവന്ദനത്തെ ആദ്യമായി ഞാൻ അറിയിച്ചു കൊള്ളുന്നു. എന്റെ സാക്ഷ്യം എന്ന് പറഞ്ഞാൽ ഞാനൊരു ഹിന്ദു കുടുംബത്തിൽ നിന്നാണ് വിശ്വാസത്തിലോട്ട് കടന്നു വന്നത്. വിശ്വാസത്തിൽ വരാൻ കാരണം എന്ന് പറഞ്ഞാൽ എൻ്റെ പിതാവ് വളരെ മദ്യപാനിയായിരുന്നു. വളരെ മദ്യപാനി എന്ന് പറഞ്ഞാൽ സാധാരണ പോലെ മദ്യപിക്കുന്ന ഒരാളല്ല. മദ്യപിച്ച് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ വീട്ടിൽ വന്ന ഭയങ്കര ഉപദ്രവമാണ്. അമ്മയ്ക്ക് ഒരു സമാധാനം കൊടുക്കുന്നത്. ഞാൻ കുഞ്ഞായിരുന്നു. എനിക്ക് മൂത്തൊരു സഹോദരനുണ്ട്. എന്നെയൊക്കെ ഒരു 6 വയസ്സിന് മൂത്തതാണ്. അപ്പൊ സഹോദരന് ഈ കാര്യങ്ങളെല്ലാം അറിയാം. അപ്പൊ അച്ഛൻ വരുന്നത് കാണുമ്പോഴേ ഞങ്ങൾ പേടിച്ച് അപ്പുറത്തെ വീട്ടിലൊക്കെ ഓടിപ്പോകും. കാരണം വന്നു കഴിഞ്ഞാൽ ഞങ്ങളെല്ലാം എടുത്ത് അടിക്കുകയും അമ്മയെ ഒത്തിരി ഉപദ്രവിക്കും. ഉപദ്രവിക്കുമെന്ന് പറഞ്ഞാൽ ഒരു പ്രാവശ്യം അതുപോലെ വന്ന് മദ്യപിച്ച് വന്ന് അമ്മയുടെ കൈയെല്ലാം അടിച്ചൊടിച്ച്, അങ്ങനെ വളരെയധികം മാനസികമായിട്ട് അമ്മ ഒത്തിരി ഭാരപ്പെട്ടു. ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ, കാരണം വീട്ടിലെ രാത്രി ഞങ്ങൾക്ക് കിടന്നുറങ്ങാൻ പറ്റത്തില്ല. പിന്നെ പെട്രോൾ എടുത്തോണ്ട് ഒരു പ്രാവശ്യം പെട്രോൾ എടുത്ത് വീട് കത്തിച്ച് കളയാൻ വേണ്ടി ഓല ഇട്ട വീടാണ്. ഇപ്പൊ കത്തിക്കാൻ വേണ്ടി അച്ഛൻ ഇങ്ങനെ വീടിന് ചുറ്റും നടന്ന് ഞങ്ങൾക്ക് ഉറങ്ങാൻ പറ്റാതെ വളരെയധികം ഭാരത്തോടെ അമ്മ ഇനി എന്ത് ചെയ്യുമെന്നറിയാതെ വളരെ വിഷമത്തോടെ ഇനി ഈ മനുഷ്യന്റെ കൂടെ ജീവിക്കണ്ട എന്ന് വിചാരിച്ച് അമ്മ വെച്ച് മരിക്കാൻ തന്നെ തീരുമാനിച്ച് അങ്ങനെ ഇരിക്കുമ്പം ഒരു ദിവസം അമ്മ വെള്ളം എടുത്തോണ്ട് വരുമ്പോ മനസ്സിന് ഭയങ്കര ഭാരം. ഇനി ഞാൻ അപ്പൊ അച്ഛന്റെ സൗണ്ട് കേൾക്കുമ്പോഴേ അമ്മയ്ക്ക് പേടിയാണ്. വന്നു കഴിഞ്ഞാൽ വേവിച്ച് വെച്ചിരിക്കുന്ന ഭക്ഷണം എല്ലാം എടുത്ത് എറിഞ്ഞു കളയും. അല്ലെങ്കിൽ കല്ലോ മണ്ണോ വാരി അതിനകത്തിട്ട് കഴിക്കാൻ പറ്റാത്ത അവസ്ഥയിലാക്കും. അങ്ങനെ പിന്നെ അമ്മ വിചാരിച്ച് ജീവിതം മടുത്ത് ഇനി ജീവിക്കുന്നില്ല എന്ന് തീരുമാനിച്ച് ഈ വാഴയ്ക്കൊക്കെ അടിക്കുന്ന പനാമർ എന്ന് പറഞ്ഞിട്ട് വിഷമുണ്ട്. ആ വിഷം കൊണ്ടുവന്ന് അമ്മ പറഞ്ഞു ഭക്ഷണത്തിൽ ഞങ്ങൾക്ക് തരാൻ, ഞങ്ങൾ മരിക്കുവാണെങ്കിൽ 3 പേരും ഒരുമിച്ച് മരിക്കാന്ന് വിചാരിച്ച് ആ ചോറിനകത്ത് ഇളക്കി കഴിക്കാൻ വേണ്ടി രാത്രി തന്നെ കഴിച്ച് മരിക്കാം. ഇനി ജീവിക്കാൻ മുന്നോട്ടൊരു പ്രതീക്ഷയില്ല. എന്നും ഇത് ഒരു ദിവസം അല്ല, എല്ലാ ദിവസവും കുറയുന്നില്ല, കൂടിക്കൊണ്ട് തന്നെ ഇരിക്കുന്നു അച്ഛന്റെ ഈ പ്രയാസങ്ങള്. അങ്ങനെ രാത്രിയിൽ അമ്മ ചോറ് വിഷം ഇട്ട് ഇളക്കി ഞങ്ങൾക്ക് കഴിക്കാൻ വേണ്ടി എൻ്റെ അച്ചാച്ചനെ അടുത്തിരുത്തി അത് ഇളക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് വിളിക്കുന്നത് ചേച്ചി ചേച്ചി എന്ന് പറഞ്ഞിട്ട്. അമ്മ ചെന്ന് കതക് തുറന്നു നോക്കിയപ്പോ എൻ്റെ എൻ്റെ അമ്മയുടെ അനിയത്തിയുടെ ഭർത്താവ് ഒരു ദേവദാസനാണ്. അപ്പൊ ഈ രാത്രിയിൽ ഇവരെന്താ വന്നത്? എന്നിട്ട് അമ്മ ചോദിച്ചു നിങ്ങൾ എന്ത് ഈ രാത്രിയിൽ ഇവിടെ വന്നേന്ന് ചോദിച്ചു. അങ്ങനെ കൊച്ചപ്പോ അകത്ത് കയറിയിരുന്ന് സംസാരിച്ചെന്ന് പറഞ്ഞ് 2 ആഴ്ച കൊണ്ട് ചേച്ചി എനിക്ക് ജീവിതത്തിൽ ഒരു സമാധാനം ഇല്ല, ചേച്ചിയെ മക്കളെയും കാണണമെന്ന് പറഞ്ഞ് ഒരു സ്വസ്ഥതയില്ല. അവരാണെങ്കിൽ താമസിക്കുന്നത് തൃശ്ശൂരാണ്. ആ തൃശ്ശൂരിൽ നിന്നാണ് ഇത്രയും ദൂരത്ത് വരുന്നത്. ഞങ്ങൾ പുനലൂരാണ് താമസിക്കുന്നത്. പുനലൂര് വെഞ്ചേം എന്ന് പറഞ്ഞ സ്ഥലത്ത്. അങ്ങനെയാണ് കൊച്ചപ്പൻ അവിടെ വന്ന് കാര്യങ്ങൾ സംസാരിച്ചപ്പോഴാണ് ഈ ചോറിനകത്തിട്ട് വിഷമാണെങ്കിൽ അതങ്ങ് കരിനീല കളറായി. അപ്പൊ കൊച്ചപ്പൻ ചോദിച്ചു ഇത് എന്തുവാ ചേച്ചി എന്ന് ചോദിച്ചപ്പം അമ്മ പറഞ്ഞു ഞാൻ എൻ്റെ ജീവിതം മടുത്ത് ഞാനും എൻ്റെ മക്കളും ആത്മഹത്യ ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഇപ്പം വന്നില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ 3 പേരും മരിച്ചേനെ. അപ്പൊ പറഞ്ഞു ചേച്ചി ദൈവം നിങ്ങളെ കണ്ടത് കൊണ്ടാണ് ഞാൻ ഇപ്പം വന്നത്.
അപ്പൊ എന്തോ ആയിക്കോട്ടെ, എനിക്ക് എന്റെ മക്കളെ വളർത്തണം എന്ന് പറഞ്ഞപ്പോ കൊച്ചപ്പൻ പറഞ്ഞു, ചേച്ചി ഞാൻ നാളെ പോകും, ചേച്ചി എന്റെ കൂടെ വരുന്നോ എന്ന് ചോദിച്ചു. അപ്പൊ അപ്പം അമ്മ പറഞ്ഞു, ഞാനും എന്റെ മക്കളെ, എനിക്ക് മക്കളെ വളർത്തണം. അങ്ങനെ ശരിയെന്ന് പറഞ്ഞ് അങ്ങനെ പിറ്റേ ദിവസം അപ്പൊ അച്ഛനെ കാണുന്നില്ല. അച്ഛനോട് ഈ വിശേഷം പറയാന്ന് വെച്ചാൽ അച്ഛനെ കാണുന്നില്ല. അങ്ങനെ ഞങ്ങൾ അന്ന് പിറ്റേ ദിവസം തന്നെ കൊച്ചപ്പന്റെ കൂടെ തൃശ്ശൂർ എന്ന സ്ഥലത്ത് ഞങ്ങൾ പോയി. അവിടെ പോയപ്പോൾ കൊച്ചപ്പൻ ഒത്തിരി പോകുന്നതിന്റെ ഇടയിൽ അമ്മ എന്ത് ഒരു വലിയൊരു പൂവൻകോഴി കൊണ്ടുവന്ന് അമ്പലത്തിൽ കൊണ്ട് നേർച്ച കൊടുത്ത്. പിന്നെ ഹിന്ദുവില് അപ്പൊ അത്ര ഭയങ്കര വിശ്വാസം അമ്മയ്ക്ക് ഹിന്ദുവില്, എങ്കിലും സമാധാനം ഇല്ലെങ്കിലും അമ്മയ്ക്ക് ഭയങ്കര വിശ്വാസമാണ്. അങ്ങനെ നേർച്ചയും കൊടുത്തോണ്ടാണ് തൃശ്ശൂരോട്ട് പോകുന്നത്. തൃശ്ശൂർ ചെന്ന് അപ്പൊ കൊച്ചപ്പൻ എപ്പോഴും ചുമ്മാ ചേച്ചി ഇങ്ങനെ സുവിശേഷം പറയും. അപ്പൊ അമ്മയ്ക്കാണെങ്കിൽ പിന്നെ യേശുക്രിസ്തുവിന്റെ കാര്യം കേൾക്കുന്നതേ ഇഷ്ടമല്ല. അമ്മ പറയാ, അനിയ എന്റെ അടുത്ത് അത് മാത്രം നീ പറയണ്ട, വേറെ എന്ത് വേണമെങ്കിലും പറഞ്ഞോ, നിന്റെ ദൈവം നിന്നെ രക്ഷിക്കട്ടെ, എന്റെ അടുത്ത് അത് പറയണ്ട. അങ്ങനെ അമ്മ എപ്പോഴും തർക്കുത്തരം തന്നെ പറയുന്നത്. പിന്നെ മനസ്സുകൊണ്ട്, പിന്നെ അമ്മ മനസ്സുകൊണ്ട് ഇങ്ങനെ മനസ്സിന് സ്വസ്ഥതയില്ല. ഇതൊക്കെ പറഞ്ഞാൽ ഒരു സമാധാനവും സ്വസ്ഥതയും അമ്മയ്ക്കില്ല. അമ്മ പിന്നെ ഒരു ദിവസം രാത്രിയിൽ കിടന്നപ്പോ ഒരു ഉറക്കം വരുന്നില്ല. അമ്മ പറഞ്ഞു, ഇങ്ങനെ ഒരു യേശുക്രിസ്തു ജീവനോടുണ്ടെങ്കിൽ എനിക്ക് ആ ദൈവത്തെ ഒന്ന് കാണണം. അങ്ങനെ പറഞ്ഞ് രാത്രിയിൽ കിടന്ന സമയത്ത് പെട്ടെന്ന് അമ്മ മോളെ മകളെന്ന് ഇങ്ങനെ വിളിക്കുന്നു. അമ്മ ചിന്തിച്ചു, എന്റെ അമ്മ ജീവിതത്തിൽ ഇന്ന് വരെ മകളെന്ന് ആരും അമ്മയെ വിളിച്ചിട്ടില്ല. അത് സ്നേഹത്തോടെ ആ വിളി കേട്ട് അമ്മ പെട്ടെന്ന് കണ്ണു തുറന്നപ്പോ മുറി മൊത്തവും ഭയങ്കര ഒരു പ്രകാശം, ഭയങ്കര പ്രകാശം. അമ്മയ്ക്ക് കണ്ണ് ശരിക്കും ആ പ്രകാശം കാണാൻ പറ്റുന്നില്ല. അപ്പൊ ആ പ്രകാശത്തിൽ കൂടെ അഞ്ചാറ് വചനം പറഞ്ഞ് അമ്മ ഇങ്ങനെ ശ്രദ്ധിച്ച് ആ വചനം കേട്ട് ഉടനെ ആ പ്രകാശം പെട്ടെന്ന് മുറിയിൽ നിന്ന് അപ്രത്യക്ഷമായി. അപ്പൊ നമ്മുടെ മനസ്സിനകത്ത് ഒത്തിരി ഭാരം തിങ്ങിക്കിടന്ന് പെട്ടെന്ന് ആ ഭാരം ഒഴിഞ്ഞു പോയ പോലെ തോന്നി. എന്തോ ഒരു എന്താന്നറിഞ്ഞൂടാ അമ്മയുടെ മനസ്സിന്. അപ്പം അമ്മയ്ക്ക് മനസ്സിലായി ഇങ്ങനെ ജീവനുള്ള ഒരു ദൈവം ഉണ്ടെന്ന്. പിറ്റേ ദിവസം രാവിലെ അമ്മ വീടൊക്കെ തൂത്ത് വൃത്തിയാക്കി വിരിച്ച് അമ്മ കൊച്ചപ്പനെ വിളിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പം കൊച്ചപ്പൻ വിചാരിച്ചു ചേച്ചിക്ക് എന്നാ പറ്റി. തലേന്ന് രാത്രി തന്നെ കൊച്ചപ്പനോട് ഉടക്കിയിട്ടാണ് അമ്മ പോയത്. അപ്പൊ ഇത് എന്ത് പറ്റിയെന്ന് വിചാരിച്ച് അങ്ങനെ പ്രാർത്ഥിക്കാനിരിക്കുമ്പം അമ്മ ഒത്തിരി കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ അമ്മയോട് സംസാരിച്ച വിഷയം അമ്മ ഇങ്ങനെ പറഞ്ഞപ്പം കൊച്ചപ്പന് ഭയങ്കര സന്തോഷമായി. അപ്പൊ കുറെ വചനങ്ങളെല്ലാം പറഞ്ഞു കൊടുത്ത്. ഒന്നും അറിഞ്ഞുകൂടാ, അമ്മ സ്കൂളിലൊന്നും പോയിട്ടില്ല, അക്ഷരങ്ങളൊന്നും അറിഞ്ഞുകൂടാ. അങ്ങനെ എല്ലാം പറഞ്ഞു കൊടുത്തു. കൊച്ചപ്പൻ ഒരു ബൈബിള് കൊടുത്തു. ബൈബിള് വായിക്കാൻ അമ്മയ്ക്ക് അറിഞ്ഞുകൂടാ. അമ്മ എന്നാലും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോ ഇനി കൊച്ചപ്പൻ ഒരു പാസ്റ്റർ ആയ കാരണം കൊച്ചപ്പന് പല പല ചർച്ചുകളില് ഇങ്ങനെ 2 വർഷമൊക്കെ കൂടുമ്പോൾ അവർക്ക് ഇങ്ങനെ മാറേണ്ട ഇത് വരും. അപ്പൊ ഞങ്ങളും കൂടെ അവരുടെ കൂടെ അന്നൊക്കെ എന്ന് പറയുമ്പോൾ ഭയങ്കര പട്ടിണിയും കഷ്ടപ്പാട് കൂടെയാണ് സുവിശേഷ വേല. അപ്പൊ ഞങ്ങളും കൂടെ ആകുമ്പോ അവർക്കൊരു ബുദ്ധിമുട്ടാണ്, ഞങ്ങളെ പഠിപ്പിക്കണം. അമ്മ ഒത്തിരി ഭാരപ്പെട്ട് അമ്മ അറിയുന്നത് പോലെ അമ്മ പ്രാർത്ഥിച്ചപ്പോ എന്റെ അച്ചാച്ചനെ നിൽക്കാൻ വേണ്ടി ഒരു പൂർ ഹോം, അനാഥ ആശ്രമം ദൈവം ഒരു ഇത് കാണിച്ചു കൊടുത്ത് അങ്ങനെ കൊച്ചപ്പനോട് പറഞ്ഞ് കൊച്ചപ്പൻ അവിടെ എന്റെ അച്ചാച്ചനെ കൊണ്ടാക്കി. അതുപോലെ തന്നെ പ്രാർത്ഥിച്ച് എന്നെ തൃശ്ശൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് പൂവർ ഹോം പെൺകുട്ടികളുടെ സ്ഥാപനം അവിടെ കൊണ്ടാക്കി. പിന്നെ അമ്മ ഓരോ വീടുകളില് കൊച്ചപ്പൻ തന്നെ ഒരു വീട്ടില് ജോലിക്ക് വേണ്ടി അമ്മയാക്കി. അങ്ങനെ അമ്മ വീടുകളിൽ ജോലി ചെയ്തുകൊണ്ടാണ് ഇരുന്നത്. വീടുകളിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അമ്മയ്ക്ക് അറിയുന്നത് പോലെ അമ്മ പ്രാർത്ഥിക്കും. പക്ഷെ വചനം വായിക്കാൻ അറിയില്ല. രാത്രി 12 മണിയൊക്കെ ആവും അമ്മ ഈ ജോലി കഴിഞ്ഞ് റൂമിൽ വരാൻ. അപ്പൊ അങ്ങനെ അമ്മ രാത്രിയിൽ അമ്മക്ക് വചനം വായിക്കാൻ അമ്മ ഇങ്ങനെ പ്രാർത്ഥിക്കുക. അമ്മയ്ക്ക് അറിയുന്ന പോലെ നന്നായിട്ട് കരഞ്ഞു കരഞ്ഞ് പ്രാർത്ഥിക്കും. അപ്പൊ ഓരോ വചനം എടുത്ത് വചനത്തിന് താഴെ അമ്മ എനിക്ക് പറഞ്ഞു തന്നെ വചനത്തിന് അടി കൂടി ഇങ്ങനെ ഒരു വിരൽ അടയാളം പോലെ അമ്മയ്ക്ക് തോന്നും. പക്ഷെ അമ്മ അറിയാതെ അതങ്ങ് വായിച്ചു കൊണ്ട് പോന്നു. അമ്മ അങ്ങനെ വചനം വായിക്കാൻ അമ്മ പഠിച്ചു. അമ്മ നന്നായിട്ട് പിന്നെ ബൈബിൾ വായിക്കും. അമ്മ സ്കൂള് കണ്ടിട്ടേ ഇല്ല. അങ്ങനെയുള്ള ഒരാളാണ്. വചനം നന്നായി വായിക്കുകയും പ്രാർത്ഥിക്കുകയും പിന്നെ പ്രാർത്ഥന ഇങ്ങനെ വന്ന് പിന്നെ നമ്മുടെ ശരീരം മൊത്തവും നീരായി അമ്മയ്ക്ക് വിശ്വാസം നഷ്ടപ്പെട്ടു പോകുമെന്ന് പോലും അങ്ങനത്തെ അവസ്ഥ പോലും വന്നിട്ടും അവിടെ പ്രാർത്ഥനയ്ക്ക് ഇരുന്ന ഒരു ആന്റി എപ്പോഴും അമ്മ ഓരോന്നൊക്കെ കാണും. അമ്മയ്ക്ക് അതിന്റെ അർത്ഥങ്ങളൊന്നും അറിഞ്ഞുകൂടാ. അപ്പൊ അമ്മ പോയിട്ട് അവരോട് ചോദിക്കും, ഇതെന്താ ഇങ്ങനെയെന്ന്. അപ്പൊ വെളിപ്പാടാണോ ദർശനമാണോ അമ്മ. അപ്പൊ ആ ആന്റി അതിനെ കുറിച്ച് അത് അർത്ഥം പറഞ്ഞു കൊടുക്കുക. എന്നിട്ട് പറഞ്ഞു ഇങ്ങനെ കാണിക്കുമ്പോ വ്യക്തികളെ കാണിക്കുമ്പോ അത് അവരോട് മടിയില്ലാതെ ആ കാര്യം പറയണം. അങ്ങനെ പറഞ്ഞു കൊടുത്തു.
അങ്ങനെ ഇരിക്കുമ്പോ അമ്മ അതുപോലെ തന്നെ നന്നായി പ്രാർത്ഥിച്ച് ശരീരം നമുക്ക് ഈ കസേരയിൽ ഇരിക്കാൻ വയ്യ, പ്രാർത്ഥിക്കാൻ അങ്ങനെ, എന്നാലും അമ്മ ആ ദൈവത്തെ മുറുകെ പിടിച്ച്. കാര്യം ഈ ദൈവത്തെ അറിഞ്ഞപ്പോഴാണ് അമ്മയ്ക്ക് മനസമാധാനം കിട്ടിയത്. ഞങ്ങൾക്കൊരു ഒരു പുതിയൊരു ജീവിതം കിട്ടിയ പോലെയായി. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഹോസ്റ്റലിൽ, പക്ഷെ ഹോസ്റ്റലിൽ നിൽക്കുവാണെങ്കിൽ എനിക്കാണെങ്കിൽ അവധി വന്നാൽ എന്നെ അവിടെ നിർത്തത്തില്ല. ഞാൻ 3-ാം ക്ലാസ് മുതലാണ് ഹോസ്റ്റലിൽ നിന്ന് പഠിക്കാൻ തുടങ്ങി. അപ്പൊ അവധി വരുമ്പോ അമ്മ കൊണ്ടുവരും, അമ്മയ്ക്ക് അറിയുന്ന ഒരു വീട്ടിൽ നിർത്തും. അങ്ങനെ എന്നെ ഇതേപോലെ തന്നെ ഞാൻ ഒരു 5-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ ഒരു വീട്ടിൽ ഇതേപോലെ കൊണ്ടു നിർത്തി. അപ്പൊ ഞാൻ ചെറുതാണ്, നമുക്ക് വേറെ ആരുമില്ല, ഞങ്ങൾ അനാഥയാണ്. അപ്പൊ ആ വീട്ടിൽ ഞാൻ നിൽക്കുമ്പോ അവരെന്നെ കൊണ്ട് ജോലി എല്ലാം ചെയ്യിപ്പിക്കും. പക്ഷെ ജോലി ചെയ്യിപ്പിക്കുന്നതിന് അപ്പുറം എന്ന് പറഞ്ഞാൽ മാനസികമായി ഒരു ഭാരം തോന്നിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഒരു ഒരു അവഗണനയാണ്. കുഞ്ഞാണ്, ഹോസ്റ്റലിൽ നിന്നിട്ടും ആ സ്നേഹം ഒരു മറ്റുള്ളവര് നമ്മളെ സ്നേഹത്തോടെ ഒന്ന് ഇതാക്കാനോ ഒന്നും ആരുമില്ല. അമ്മ അമ്മ ഇതുപോലെ അമ്മ ഓരോ വീടുകളിൽ നിൽക്കുന്ന കാരണം അമ്മയെ അങ്ങനെ കാണാനൊന്നും പറ്റത്തില്ല. അപ്പൊ അവരെല്ലാരും ഇരുന്ന് കഴിക്കുമ്പോ വർക്ക് ഏരിയയിൽ ഒരു പാത്രത്തിൽ ചോറ് തന്നിട്ട് നീ അവിടെ ഇരുന്ന് കഴിച്ചാൽ മതി. അപ്പൊ എനിക്ക് അറിഞ്ഞൂടെ, എനിക്ക് ആരും, അപ്പൊ എനിക്കൊത്തിരി വിഷമം തോന്നിയിട്ടുണ്ട്. ഞാന് അവിടെ ഇരുന്ന് കഴിക്കും. അതുപോലെ തന്നെ അവർക്ക് വലിയ കസേര, ഇഷ്ടംപോലെ ആൾക്കാരൊക്കെ വരുന്ന വലിയ വീടാണ്. അപ്പൊ ഈ നല്ല സോഫ സെറ്റ് പോലത്തെ കസേരയാണ്. അപ്പൊ ഞാൻ ചെന്ന് ഇങ്ങനെ കസേരയിൽ പിടിച്ചപ്പോ അവരെന്നെ അടിച്ച്, നിന്നോട് ആര് പറഞ്ഞു ഇവിടെ വരെ, നീ അങ്ങ് പോന്ന് പറഞ്ഞു, നീ അവിടെ ഇരുന്നാ മതി, ഇങ്ങോട്ടൊന്നും വരരുത് എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് ഒത്തിരി വിഷമം തോന്നി. എന്നിട്ട് എനിക്കന്ന് നന്നായി പ്രാർത്ഥിക്കാൻ അറിയില്ല. അവിടുത്തെ ചർച്ച് എന്ന് പറഞ്ഞാൽ, ഞാൻ പോകുന്ന ഹോസ്റ്റൽ എന്ന് പറയുന്നത് CSIക്കാരുടെ ഹോസ്റ്റലാണ്. അപ്പൊ പ്രാർത്ഥിക്കുക, അങ്ങനെ കുറച്ചൊക്കെ പ്രാർത്ഥിക്കാൻ എനിക്ക് അറിയത്തുള്ളൂ. അപ്പൊ ഞാൻ വിഷമത്തോട് പറഞ്ഞ് ഇനി എന്നെ ഈ വീട്ടിൽ വരല്ലേ എന്ന് പറഞ്ഞ് ഒത്തിരി വിഷമത്തോടെ ഞാൻ അങ്ങനെ പറഞ്ഞു. പിന്നത്തെ അവധിയിലൊന്നും ആ വീട്ടിൽ നിർത്താൻ ദൈവം ഇടവരുത്തിയില്ല. പിന്നെ അമ്മ നിൽക്കുന്ന വീടുകളിൽ തന്നെ എങ്ങനെയെങ്കിലും പറഞ്ഞ് അവിടെ നിന്നാലും വേലക്കാർക്ക് വേണ്ടി ഒരു പ്രത്യേക റൂമുണ്ട്. ആ റൂമിൽ നിന്ന് ഞങ്ങൾ കൊണ്ടു നിർത്തിയാൽ അവർ പറഞ്ഞിട്ടുണ്ട് വെളിയിലൊന്നും വരരുത്, അവിടെ ആ റൂമിൽ തന്നെ ഇരുന്നോണം, ഭക്ഷണം അമ്മ കൊണ്ടുതരും. അങ്ങനെ തന്നെയാണ് ഇരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ എനിക്ക് ഇതുപോലെ ബ്ലീഡിങ്, അങ്ങനെ ബ്ലീഡിങ്ങിന്റെ അസുഖം വന്ന് ഒരു മാസത്തിൽ 3-4 പ്രാവശ്യം വരുമായിരുന്നു. അപ്പൊ അമ്മ അങ്ങനെ ആശുപത്രി കൊണ്ടുപോകാൻ വേണ്ടി ഒത്തിരി ആശുപത്രിയിലൊക്കെ കാണിച്ചിട്ടൊന്നും എനിക്ക് കുറവില്ല. അങ്ങനെ കൊച്ചപ്പനൊക്കെ റാന്നി പോയി. അപ്പൊ അവിടെ റാന്നിയില് കൊച്ചപ്പൻ ഇങ്ങനെ അവിടെ ഒരു നല്ലൊരു വൈദ്യരുണ്ട്, ചേച്ചി കൊച്ചിനെ കൊണ്ട് ഇനി വരാൻ പറഞ്ഞു. അപ്പൊ ഞാൻ 7-ാം ക്ലാസ്സിൽ പഠിക്കുന്നു. അങ്ങനെ ഞങ്ങൾ അങ്ങ് റാന്നിയിൽ പോയി മരുന്ന് വാങ്ങാൻ വേണ്ടി പോയതാണ്. അപ്പൊ കൊച്ചപ്പ ഒരു മീറ്റിംഗ് നടത്തുന്നിടത്ത് ഞാനും അമ്മയും പോയി. അപ്പം കൊച്ചപ്പ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പൊ ഞാനും കൂടെ, എനിക്കൊരു നാണക്കേട് പോലെ തോന്നി, എന്റെ കൊച്ചപ്പനല്ലേ പ്രാർത്ഥിക്കുന്നത്, എങ്കിലും ഞാൻ വിചാരിച്ചു എനിക്ക് ഈ ഒരു രോഗമുള്ള, ഞാൻ അവരെ കൂട്ടത്ത് തന്നെ ഞാനും പോയി പ്രാർത്ഥിച്ചപ്പോ ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് ഞാനും കുടിച്ച് കുറച്ച്, അത് കഴിഞ്ഞ് പിറ്റേ ദിവസം എന്റെ ശരീരം, ആ സമയത്ത് തന്നെ എന്തോ ഒരു കറണ്ട് പാസ് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നി. അന്ന് പിറ്റേ ദിവസം ഞാൻ കൊച്ചപ്പനോട് പറഞ്ഞു, കൊച്ചപ്പ എനിക്ക് എന്തോ ദൈവം ഒരു സൗഖ്യം തന്ന പോലെ, എനിക്ക് സ്നാനപ്പെടണം, എനിക്ക് അത്ര അറിഞ്ഞുകൂടാ, പക്ഷെ എനിക്ക് സൗഖ്യം വന്നപ്പോ ഞാൻ പറഞ്ഞു എനിക്ക് സ്നാനപ്പെടണം കൊച്ചപ്പാന്ന് പറഞ്ഞു. അങ്ങനെ കൊച്ചപ്പൻ കുറച്ച് വചനങ്ങൾ പറഞ്ഞു, മോളെ നീ ഹോസ്റ്റലിലല്ലേ നിൽക്കും, പറഞ്ഞു ഇല്ല കൊച്ചപ്പ, എനിക്ക് ഈ സൗഖ്യം തന്ന് എനിക്ക് സ്നാനപ്പെടണം. അങ്ങനെ കൊച്ചപ്പൻ തന്നെയാണ് എന്നെ സ്നാനപ്പെടുത്തി ഞാൻ 10-ാം ക്ലാസ് പഠിക്കുമ്പോഴാണ് എനിക്ക് അഭിഷേകം പ്രാപിച്ചത്. ഹോസ്റ്റലിൽ തന്നെയാണ് നിൽക്കുന്ന. ഹോസ്റ്റൽ എന്ന് പറഞ്ഞാൽ വളരെയധികം ഇപ്പോഴത്തെ ഹോസ്റ്റൽ പോലെയല്ല. ഒരു ഒരു നല്ല ഭക്ഷണം, എല്ലാവരും ഒരുമിച്ചിരുത്തും. ഒരു നന്നായിട്ട് ഞങ്ങൾക്ക് ഒന്ന് പറഞ്ഞു തരുകയോ നല്ല ഭക്ഷണം തരുകയോ അങ്ങനെ ഒന്നുമില്ല. വിശന്ന് അലഞ്ഞാണ് ഞങ്ങള് സ്കൂളിൽ നിന്ന് വരുന്നത്. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് അവിടെ പോകുന്നത്. അപ്പോഴും ഒത്തിരി വിഷമമാണ്. കാരണം ഒരു നമ്മളെ സ്നേഹിക്കാൻ ആരുമില്ല. എല്ലാരും ഒരുമിച്ച്, ഒത്തിരി കുട്ടികളുണ്ട്, ആ ഒരു ഇതിലാണ് പോകുന്നത്. ഇപ്പൊ CSIക്കാരുടെ പള്ളിയിൽ തന്നെ പ്രാർത്ഥനയ്ക്ക് വന്നു, വേറെ പോകാനൊന്നും പറ്റത്തില്ല. പിന്നെ അങ്ങനെ അമ്മ ഒരു വീടുകളിൽ നിന്ന് ജോലി ചെയ്ത് അങ്ങനെ കുറച്ച് പൈസയായി. അങ്ങനെ ഞങ്ങൾ ഒരു വീട് തൃശ്ശൂര് തന്നെ വെച്ച്. അപ്പൊ ഞാൻ അമ്മയുടെ കൂടെ തന്നെ വീട്ടിൽ പോയി അമ്മ അവിടെ നിന്ന് പഠിക്കണമെന്ന് ആഗ്രഹം തോന്നി. ഞാൻ 10-ാം ക്ലാസ്സിൽ വീട്ടിൽ വെച്ച് തന്നെ പഠിച്ചത്. പക്ഷെ അത്ര എനിക്ക് ഒന്നും എഴുതാനോ വായിക്കാനോ, ഹോസ്റ്റലിൽ നിൽക്കുമ്പോൾ അവരങ്ങനെ പ്രത്യേകിച്ചൊന്നും പറഞ്ഞൊന്നും തരത്തില്ല. എല്ലാരും ഒരുമിച്ചിരുത്തി പറഞ്ഞു തരും. എനിക്കാണെങ്കിൽ അങ്ങനെ വലിയ ബുദ്ധിയൊന്നുമില്ല, പെട്ടെന്ന് മനസ്സിലാക്കാനൊന്നും. അങ്ങനെ 10-ാം ക്ലാസ് എഴുതി 10-ൽ ഞാൻ തോറ്റ്. അപ്പൊ അമ്മയ്ക്ക് ഒത്തിരി വിഷമം. അമ്മ വിചാരിച്ചു ഇനി ഇവള്
ഒന്നും കൂടെ പഠിപ്പിക്കണമെന്നൊരിതുണ്ട്. പക്ഷെ നിവൃത്തിയില്ല. അമ്മ പിന്നെ ഈ റബ്ബറും തോട്ടത്തിലൊക്കെ ജോലിക്ക് പോയി കിട്ടുന്ന പൈസയില്. അപ്പൊ എന്റെ സഹോദരനാണെങ്കിൽ ഹോസ്റ്റലിൽ പഠിത്തം തീർന്ന് പിന്നെ കൊല്ലത്ത് ഒരു പാസ്റ്റർ, കാരണം ഇനി അവിടെ പഠിപ്പിക്കില്ല, ITC പഠിച്ച് പാസ്സായി ഇനി തുടർന്ന് പഠിക്കണമെങ്കിൽ പൈസ വേണം. അങ്ങനെ പിന്നെ കൊല്ലത്ത് ഒരു ജോലിക്ക് വേണ്ടി വന്ന് അവിടെ ഒരു ദേവദാസനുമായിട്ട് അവിടെ സുവിശേഷ അങ്ങനെ പാസ്റ്റർ ഹെൽപ്പ് ചെയ്യുകയും ജോലിക്ക് പോവുകയും ചെയ്തു. അങ്ങനെ ഇവിടെ അമ്മ അങ്ങനെ വളരെ ബുദ്ധിമുട്ടില്ല. രണ്ടാമത് എങ്ങനെയെങ്കിലും പഠിപ്പിക്കണമെന്ന് ചിന്തിച്ച് ഒരു ട്യൂട്ടോറിയൽ കോളേജിൽ കൊണ്ടാക്കി. അവിടെ ആണെങ്കിൽ വലിയ 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 കോളേജാണ്, ഷൊർണൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത്. അപ്പൊ പൈസ ഇല്ല അവിടെ പഠിപ്പിക്കാൻ വേണ്ടി. എന്നിട്ട് ഉള്ള എങ്ങനെയെങ്കിലും കൊടുത്ത് പഠിപ്പിക്കാന്ന് പറഞ്ഞാണ് എന്നെ കൊണ്ടാക്കിയത്. അപ്പൊ അപ്പൊ ആ ടീച്ചറാണെങ്കിൽ എന്നെ വിളിച്ച് ഇങ്ങനെ കാര്യങ്ങൾ തിരക്കിയപ്പോ എന്തോ ദൈവം ആ ടീച്ചറിന്റെ ആ പ്രിൻസിപ്പളിന്റെ മനസ്സിൽ തോന്നി, എന്നോട് പറഞ്ഞ് ഫീസ് ഒന്നും തരണ്ട, ടീച്ചർ നന്നായിട്ട് നിനക്ക് പറഞ്ഞു തരാം. ഞാൻ പറഞ്ഞു എനിക്ക് ഒന്നും അറിഞ്ഞുകൂടാ, ശരിക്കും വായി വായിക്കാനൊക്കെ അറിയാം, എങ്കിലും നന്നായിട്ടൊന്നും എനിക്ക് അറിഞ്ഞുകൂടാന്ന് പറഞ്ഞു. ഞാൻ പഠിപ്പിച്ചു തരാന്ന് പറഞ്ഞ് അങ്ങനെ ഫീസ് വാങ്ങത്തില്ല. അങ്ങനെയാണ് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോ അമ്മ ഇതേപോലെ ജോലിക്ക് വന്നു. ഒരു ദിവസം അമ്മ ജോലിക്ക് ആ റബ്ബറും തോട്ടത്തിൽ ജോലിക്ക് പോകുമ്പോ ഒരു വള്ളി അമ്മയുടെ കാലിൽ ചുറ്റി അമ്മ വീണ് കാലൊടിഞ്ഞു കഴിഞ്ഞപ്പോ പിന്നെ അമ്മയ്ക്ക് ജോലിക്ക് പോകാൻ പറ്റൂല. അങ്ങനെ പ്ലാസ്റ്റർ ഒക്കെ ഇട്ട് അമ്മ വീട്ടിലായി. അപ്പൊ അമ്മയുടെ കാര്യവും എനിക്ക് നോക്കണം, പഠിക്കാനും പോകണം. അപ്പൊ അങ്ങനെ ഒത്തിരി സാമ്പത്തികമായിട്ടൊന്നും ഒന്നുമില്ല. അങ്ങനെ ഇതായിട്ടാണ് ജീവിക്കുന്നത്. അങ്ങനെ അപ്പൊ അവരാണെങ്കിൽ എന്ത് ചെയ്തു, ഈ അമ്മയ്ക്ക് അപ്പൊ ഇത്രയും ബുദ്ധിമുട്ടോടെ വരുന്ന അവർക്കറിയാം. അപ്പം കഴിക്കാനുള്ള ഭക്ഷണം കറികളൊക്കെ വെച്ച് ആ പ്രിൻസിപ്പൾ ആരും കാണാതെ എന്നെ മുറിയിൽ വിളിച്ച് എന്റെ കയ്യിൽ തന്നു വിടും. അങ്ങനെയാണ് ഞങ്ങൾ കുറെ നാൾ അങ്ങനെയാണ് നിന്നത്. പിന്നെ എനിക്ക് പരീക്ഷയ്ക്ക് പിന്നെ പോകാനൊന്നും പറ്റിയില്ല. കാരണം അമ്മയെ പോകാൻ പറ്റാത്തൊരവസ്ഥയായി. അങ്ങനെ വേറെ ചർച്ചിൽ വരുന്ന ഒരു ആന്റി ഉണ്ട്. അപ്പൊ ഭക്ഷണം അച്ചാച്ചനും വലിയ ശമ്പളമൊന്നുമില്ല. അപ്പൊ ഒരു നല്ല ഭക്ഷണം കഴിക്കാൻ തന്നെ വെച്ച് ബുദ്ധിമുട്ടാണ്. അപ്പം ചർച്ചിൽ വരുന്ന ഒരു ആന്റി ഉണ്ട്. ആന്റിക്ക് അഞ്ച് ആമക്കളാണ്. അവരും കഷ്ടതയോടെയാണ് ജീവിക്കുന്നത്. എങ്കിലും അവിടെ അവർ വിളിക്കും, ഞായറാഴ്ച അവിടെയൊക്കെ വൃത്തിയാക്കി കൊടുത്താൽ അവരെന്തെങ്കിലും തരും. അപ്പൊ ഞാൻ എന്ത് പറയും, അമ്മ പോയി വൃത്തിയാക്കി കൊടുത്ത് ഇച്ചിരി എന്തെങ്കിലും കഴിക്കാം. അന്നൊക്കെ അവര് ഞായറാഴ്ച ഇറച്ചി വാങ്ങും. അപ്പൊ ഇച്ചിരി ഇറച്ചിയൊക്കെ കൂട്ടി കഴിക്കാമല്ലോ. അത് ചിന്തിച്ചുകൊണ്ടാണ് അവരെ വീട്ടിൽ പോയി ജോലി ചെയ്ത് കൊടുക്കുന്നത്. പക്ഷെ അവർ അങ്ങനെ ഒരു ഇതായിട്ടല്ല കാണുന്നത്. അവര് സന്തോഷത്തോടെയാണ് അവര്, അഥവാ ഞങ്ങൾ വന്നില്ലെങ്കിൽ അവർക്കറിയാം എന്തെങ്കിലും ഞങ്ങൾക്ക് കഴിക്കാൻ വേണ്ടി അവർ കൊടുത്തു വിടും. അങ്ങനെ ദൈവം അവിടെ അങ്ങനെ നടത്തി. പക്ഷെ ഇനി ഞങ്ങൾക്ക് തൃശ്ശൂര് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത അവസ്ഥയായി. അതിങ്ങനെ എന്നും മറ്റുള്ളവരെ ആശ്രയിച്ച് എങ്ങനെ ചെയ്യും. പിന്നെ അച്ചാച്ചൻ പറഞ്ഞ് കൊല്ലത്തോട്ട് വരാൻ പറഞ്ഞ് അങ്ങനെ ഒരു കൊല്ലത്തൊരു വീട് നോക്കി, കൊച്ചൊരു വാടക വീട്. അങ്ങനെ ഞാനും അമ്മയും അച്ചാച്ചനും ഒരുമിച്ച് ആ വീട്ടില് ആയി. എന്നിട്ട് അച്ചാച്ചന് പിന്നെ ഓട്ടോ ഓടിക്കാൻ. അപ്പൊ പാസ്റ്ററും കുടുംബവും ഒത്തിരി ഞങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നത്. പാസ്റ്ററും ഇതുപോലെ തന്നെ ഭയങ്കര ഞെരുക്കത്തോടെയാണ് സുവിശേഷ വേല ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ഞങ്ങളെ ഹെൽപ്പ് ചെയ്യുകയും ഞങ്ങളുടെ കാര്യങ്ങൾ ചെയ്യും. പക്ഷെ അവിടെ ആയാലും ഒത്തിരി അറിയുന്ന വ്യക്തികള് എന്റെ ജീവിതത്തിൽ എന്ന് പറയുമ്പോൾ ഞാൻ ഇങ്ങനെ ഇരുന്ന അവസ്ഥയല്ല. മറ്റുള്ളവര് എന്നെ കാണുമ്പോ എന്നെ അവരുടെ കൂട്ടത്ത് എല്ലാരും ഒക്കെ ഇരിക്കുമ്പോ ഞാൻ പോയി നിൽക്കുമ്പോ എന്നെ കൂട്ടത്താരും ഇരുത്തത്തില്ല. കാര്യം ഞാന് ഇന്നാണ് ഇങ്ങനെ ഈ അവസ്ഥയില്. അന്ന് ആരും എന്നെ അടുത്ത് മാറ്റി നിർത്തും. ഒരു അവഗണന പോലെയായിരുന്നു. നീ എന്തിനിവിടെ നിൽക്കുന്നത്, നീ മാറിപ്പോ, അങ്ങനെ ഒരു ഒറ്റപ്പെട്ടില്ലായിരുന്നു. എനിക്ക് ഒത്തിരി പ്രയാസം തോന്നി. ഞാൻ ഇപ്പൊ ദൈവത്തോട് ചോദിച്ചു, എന്നെ എന്തിനിങ്ങനെ ജീവനോട് ഞാൻ എന്തിനിങ്ങനെ ഇരിക്കുന്നത്. ഒരു കാര്യം എല്ലാരും ഒരുമിച്ചിരുന്ന് സംസാരിക്കുകയും അങ്ങനെയൊക്കെ ഇരിക്കുമ്പോ എനിക്ക് മാത്രം അവരുടെ അടുത്ത് പോയിരിക്കാനോ അവരങ്ങനെ സമ്മതിക്കത്തില്ല. മാറിപ്പോടി നിന്നു അങ്ങനെയാണ് മാറ്റി വിടും. അപ്പൊ ഞാൻ എപ്പോഴും വന്നിട്ട് അമ്മയുടെ അടുത്ത് പറയും, ഞാനും അച്ചാച്ചനും മാത്രമേ ഉള്ളൂ, എനിക്ക് പ്രത്യേകിച്ച് കൂട്ടുകാരും ഇല്ല. വിഷമത്തോട് പറയും, എന്തിനമ്മ അവരൊക്കെ ഇങ്ങനെ കാണിക്കുന്നത്. ഞാൻ നല്ല ക്ഷീണിച്ച്, നല്ല കറുപ്പാ, ഇപ്പോഴും കറുപ്പ് തന്നെയാണ്, നല്ല ക്ഷീണിച്ച് അമ്മയുടെ കൂടെ പോകുമ്പോ ആൾക്കാർ ചോദിക്കും ഇത് ആരാന്ന്. അപ്പൊ അമ്മ മോളാന്ന് പറയുമ്പോ അവരെന്നെ സൂക്ഷിച്ചു നോക്കും. എനിക്ക് നാണക്കേടാ അമ്മയുടെ കൂടെ പോകാൻ. ഇപ്പൊ പലപ്പോഴും ഞാൻ എങ്ങും വെളിയിലൊന്നും അങ്ങനെ ഇറങ്ങത്തില്ല, മാറി നിൽക്കും. അപ്പൊ അവിടെ പാസ്റ്റർ നിർബന്ധത്തിൽ തന്നെ ഒരു ഫാർമസിയിൽ ജോലി വാങ്ങിച്ചെന്ന്. ഫാർമസിയിൽ എന്ന് പറയുമ്പോൾ ആയുർവേദം മരുന്നൊക്കെ എടുത്തു കൊടുക്കാൻ വേണ്ടി. അപ്പൊ എനിക്കങ്ങനെ വായിക്കാനൊന്നും അറിയത്തില്ല. എങ്കിലും ഞാൻ പോയി അവിടെ
അത് എങ്ങനെയെങ്കിലും ഒക്കെ അവർ തരുന്ന നോക്കിയൊക്കെ എടുത്തു കൊടുക്കും. അപ്പൊ ഞാൻ എന്നെ ഇങ്ങനെ എപ്പോഴും എല്ലാരും ഇങ്ങനെ ഓരോന്ന് പറയുമ്പോൾ എനിക്ക് പാരാ. അപ്പൊ ചിന്നക്കട സ്റ്റാൻഡിൽ കൂടെ ഞാൻ ഇങ്ങനെ വഴിയെ നടന്നു പോകുമ്പോ ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കും, ദൈവമേ എന്നെ ആരും എന്നെ അടുത്തിരുത്തുന്നില്ല, എല്ലാരും മാറ്റി മാറ്റി വിടുന്നു. ഇത്രയ്ക്കും വൃത്തികെട്ട രൂപമാണല്ലോ ഞാൻ. എന്നെ ഒരു വണ്ടി വന്ന് ഇടിച്ച് ഞാൻ മരിച്ചു പോയാൽ മതി, ഇങ്ങനെ തന്നെ ഞാൻ പ്രാർത്ഥിച്ചിട്ട്. പക്ഷെ എനിക്ക് വണ്ടിയുടെ മുന്നിൽ ചാടാൻ എനിക്ക് പേടി. അങ്ങനെ പക്ഷെ എന്നെ വണ്ടി വന്ന് ഇടിക്കുന്നതും ഇല്ല. ഞാൻ എന്നിട്ട് ചിന്തിക്കും, ഞാൻ എന്താ മരിക്കാത്തത്? അപ്പൊ എപ്പോഴും ഈ ഒരു വിഷമം, ഞാൻ എപ്പോഴും ആ സങ്കടം അമ്മയടുത്ത് പറയും. അമ്മ പറയും, ഇല്ല മോളെ, നിന്റെ ദൈവം നല്ല ഭംഗി. അമ്മ എന്നെ ആശ്വസിപ്പിക്കാൻ വേണ്ടി പറയും. ഞാൻ പറഞ്ഞു, ഇല്ല അമ്മ, എനിക്കറിയാം, കുഴപ്പമില്ല. അങ്ങനെ അങ്ങനത്തെ ഒത്തിരി വേദന എന്റെ ജീവിതത്തിൽ അങ്ങനെ കടന്നു വന്നിട്ടുണ്ട്. ഞാനും എന്റെ അച്ചാച്ചനും അമ്മയും കൂടി ഇരുന്ന്, വേറെ ആരോടും ഒന്നും പറയാനില്ല ഞങ്ങൾക്ക് സങ്കടം. അപ്പൊ അതുപോലെ വീട്ടിലും പട്ടിണിയാണ്. അപ്പൊ പാസ്റ്റർ വീട്ടിൽ എന്തെങ്കിലും വേവിക്കുമ്പോഴാ അതെന്തെങ്കിലും ഞങ്ങൾക്ക് കൊണ്ടുതരും. അതാണ് ഞങ്ങൾ സന്തോഷത്തോടെ അങ്ങനെയാണ് കഴിക്കുന്നത്. പട്ടിണി അത് ജീവിതത്തിൽ അത് അന്ന് മുതൽ. പക്ഷെ എന്നാലും ആ പട്ടിണി വന്നിട്ടും ദൈവത്തെ ഞങ്ങൾ മുറുകെ പിടിച്ച്. അമ്മ എപ്പോഴും പറയും, എത്ര കഷ്ടത ആയാലും എങ്ങനെ ഇതായാലും നമ്മൾ അറിഞ്ഞ സത്യത്തെ മക്കളെ നിങ്ങൾ കൈവിടരുത്. അപ്പൊ എന്നാൽ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ദൈവത്തോട് എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യം, എന്നെ എന്തിനാ ഇങ്ങനെ സൃഷ്ടിച്ച്? എന്നെ എന്തിനാണ് എല്ലാരും ഇങ്ങനെ കാണിക്കുന്നത്? എന്നെ മാറ്റി നിർത്തുന്നത് എന്തിന്? ഇങ്ങനെ എപ്പോഴും അത് തന്നെ എപ്പോഴും ഉള്ളിന്റെ ഉള്ളിൽ ഒരു ആരുടെ മുന്നിലൊന്നും ഇറങ്ങാതെ ഞാൻ മാറി മാറി നിൽക്കുന്നു. ആരോടും ഞാൻ സംസാരിക്കത്തില്ല. അങ്ങനെ ഇരിക്കുമ്പോഴേ എന്നെ അമ്മയൊക്കെ അറിയുന്ന ഒരു സഹോദരൻ എന്റെ അച്ചാച്ചനൊരു കല്യാണാലോചന കൊണ്ടുവന്നപ്പം അച്ചാച്ചൻ ഇങ്ങനെ അമ്മയ്ക്ക് കാണിച്ചു കൊടുത്തു, പെണ്ണിനെ കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ഇത് സുരേഷിന് വേണ്ടി ഞാൻ കൊണ്ടുവന്നൊരു കുട്ടിയാന്ന് പറഞ്ഞു. അപ്പൊ എന്റെ അച്ചാച്ചൻ പറഞ്ഞു, വേണ്ട, എന്റെ സഹോദരിയുടെ കല്യാണം കഴിഞ്ഞിട്ടേ ഞാൻ കല്യാണം കഴിക്കത്തുള്ളൂ. അപ്പൊ ആ സഹോദരൻ എന്റെ അമ്മയുടെ എന്റെ അച്ചാച്ചന്റെ മുഖത്ത് നോക്കി പറഞ്ഞ വാക്കാണ്. ഇപ്പൊ കല്യാണം കഴിഞ്ഞ് എനിക്ക് 15 വർഷമായി. പക്ഷെ ആ വാക്ക് എപ്പോഴും എന്റെ മനസ്സിൽ വരാറുണ്ട്. പറയാണ്, നിന്റെ പെങ്ങൾ ആര് കെട്ടിക്കൊണ്ട് പോകും? 3 കാര്യം പറഞ്ഞു. കാണാൻ സൗന്ദര്യമുണ്ടോ? അതില്ല. വിദ്യാഭ്യാസം ഉണ്ടോ? അതില്ല. പണം ഉണ്ടോ? അതും ഇല്ല. പിന്നെ ആരാണ് കെട്ടുന്നത്? കെട്ടുന്നവര് കണ്ണുപൊട്ടനായിരിക്കണം. നീയും കല്യാണം കഴിയത്തില്ല, നിന്റെ പെങ്ങളെയും കഴിയത്തില്ല. അയാൾ ആ ഒരു വാക്ക് പറഞ്ഞിട്ടാണ് പോയത്. അപ്പൊ എന്റെ അമ്മയ്ക്ക് ഒത്തിരി ഭാരം തോന്നി. പണ്ട് പറഞ്ഞ പോലെ കാക്കിക്ക് തൻകുഞ്ഞ് പൊൻകുഞ്ഞ് എന്ന് പറയുന്ന പോലെ അമ്മ ഒത്തിരി ഭാരപ്പെട്ടു. അമ്മ വന്നിട്ട് വീട്ടിൽ വന്ന് എന്റെ സഹോദരനാണെങ്കിൽ എനിക്ക് ഈ കാര്യം അറിഞ്ഞുകൂടാ. നോക്കുമ്പോ എന്റെ അച്ചാച്ചൻ മുറ്റത്ത് നിന്ന് കൈ ഉയർത്തി പ്രാർത്ഥിക്കുന്നു, കരയുന്നു. അമ്മ ചോദിച്ചു, എന്തമ്മ? അപ്പൊ അമ്മ ഇങ്ങനെ കാര്യം പറഞ്ഞു. എന്നിട്ട് എന്റെ മോൾക്ക് നല്ലൊരു ജീവിതം കിട്ടും. ഞാൻ പറഞ്ഞു, അമ്മ ഭാരപ്പെടണ്ട, ജീവിതം കിട്ടിയില്ലെങ്കിലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഞാൻ നിങ്ങളുടെ കൂടെ തന്നെ ഇങ്ങനെ തന്നെ നന്നായിട്ട് തന്നെ ജീവിക്കും. അമ്മ വിഷമിക്കരുതെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു മാസത്തിന് മുന്നേ എന്റെ കൊച്ചപ്പൻ പ്രാർത്ഥിച്ചിട്ട് എന്റെ അടുത്ത് പറഞ്ഞു, മോളെ, നിന്നെ കല്യാണം കഴിക്കുന്ന ഒരു നിന്നെ കല്യാണം കഴിക്കാൻ ഒരു പയ്യൻ വരും, അവന്റെ പേര് സുരേഷാണ്. പിന്നെ നിന്റെ കയ്യിൽ ഒത്തിരി പൈസ കൊണ്ട് തരും. അപ്പൊ ഞാൻ എന്റെ കൊച്ചപ്പനായ കാരണം പ്രവചനം ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഞാൻ കൊച്ചപ്പനെ കളിയാക്കിയിട്ട്, ഓ ഇപ്പം വരും എന്നെ കെട്ടാൻ, ഇരിക്കുന്ന ഇരിപ്പ് കണ്ടാലും വന്ന് ഇപ്പൊ തന്നെ കൊണ്ടുപോകും. അപ്പം പറഞ്ഞു, മോളെ നീ ഇത് എഴുതിയിടണം. ഞാൻ ആ ഒരു ഇതിലിങ്ങനെ കളിയാക്കി പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഇല്ല മോളെ. എന്നിട്ട് ഈ വിഷയം നടന്ന് കൊച്ചപ്പൻ പറഞ്ഞിട്ട് ഒരു മാസം കഴിഞ്ഞ് ഈ വിഷയം എന്നോട് പറഞ്ഞിട്ട്. ഞാൻ എന്നിട്ട് പറഞ്ഞു, വരുവാണെങ്കിൽ ഞാൻ കൊച്ചപ്പനെ വിളിക്കാം എന്നെങ്കിലും എന്നിങ്ങനെ പറഞ്ഞ് കളിയാക്കി വിട്ടു. അങ്ങനെ ഈ പറഞ്ഞ വിഷയം ഒരാഴ്ച കഴിഞ്ഞ് ഞങ്ങൾ അമ്മയെ ഒത്തിരി വിഷമത്തോടെ ആയിരിക്കുക. അപ്പോഴാണ് എന്റെ അച്ചാച്ചന് അറിയുന്ന ഒരു പാസ്റ്റർ പറഞ്ഞ്, ഇങ്ങനെ സഹോദരൻ ഇങ്ങനൊരു പയ്യനുണ്ട്, കൊണ്ടുവരട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അച്ചാച്ചനോട് പറഞ്ഞു, അച്ചാച്ച ആ പയ്യനെ കൊണ്ടുവരണ്ട, ആദ്യം എന്റെ രൂപവും ഇതല്ല ആ പയ്യനോട് പറ. ഇവിടെ വന്ന് എന്റെ മുഖത്ത് നോക്കി കൊള്ളത്തില്ല എന്ന് പറയുമ്പോ എനിക്ക് വിഷമം തോന്നും. ആദ്യം ഇത് പറഞ്ഞ് അന്ന് ക്യാമറ ഇതൊന്നും ഇല്ലല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു, ഇങ്ങനെയാണ്, ഇങ്ങനെ തന്നെ ആ പാസ്റ്ററോട് പറ, എന്നിട്ടാണെങ്കിൽ മാത്രം വന്നാൽ മതി, അല്ലെങ്കിൽ വരണ്ട. അപ്പൊ അമ്മ പറഞ്ഞു, മോളെ വരട്ടെ. ഞാൻ പറഞ്ഞു, എപ്പോഴെപ്പോഴും എല്ലാവരും ഇത് കേൾക്കാൻ എനിക്ക് വയ്യാന്ന് പറഞ്ഞു. അങ്ങനെ വന്നിട്ട് അമ്മ ശരി, അച്ചാച്ചൻ തന്നെ പറഞ്ഞു, ശരി എന്ന് പാസ്റ്റർ കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ പയ്യനും അങ്ങനെ കുറച്ച് പേരായിട്ട് എന്നെ കാണാൻ വേണ്ടി വന്നു. ഞങ്ങള് ഒരു കൊച്ചു പലകി അടിച്ചൊരു വീടാണ്. ആ വീട്ടിലാണ് ഇവര് ഒരു കാറിലാണ് വന്നത്. കാറ് കണ്ടപ്പോഴേ
നെഞ്ചിടിപ്പായി. കാര്യം എന്ന് പറഞ്ഞാൽ ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ നിവൃത്തിയില്ലാത്തവരാണ് ഞങ്ങള്. ഉം. ഞാനും എന്തുവാ അച്ചാച്ചന്റെ കൂടെ പോകുമ്പോ അത്രയ്ക്കും ഇങ്ങനെ ഒരു ഡ്രസ്സ് ഒരു ഷോള് വാങ്ങിച്ചു തരാൻ എന്റെ അച്ചാച്ചനോട് പറയുമ്പോ എന്റെ അച്ചാച്ചൻ പറയും, എടി നീ അത് നോക്കി സ്തോത്രം പറയാം. അപ്പൊ ഞാൻ പറയാം, എത്ര നാളുകൊണ്ട് സ്തോത്രം പറയുന്നു, ഇതുവരെ ഒന്നും കിട്ടിയില്ല. ഞാൻ പറഞ്ഞ കാര്യമാണ്, ഇതുവരെ ഒന്നും. അപ്പം കിട്ടൂടി സ്തോത്രം പറ. ഓരോരുത്തർ ഇടുന്ന ഡ്രസ്സ് തരും, അതാണ് തയ്ച്ചൊക്കെ ഇടുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു സ്തോത്രം പറഞ്ഞു പറഞ്ഞു ഒന്നുമില്ല. അപ്പൊ എന്നിട്ട് അമ്മ പറയും, മോളെ നീ അങ്ങനെ പറയില്ലേ, ദൈവം ഇത്രയും തന്നില്ലേ. അങ്ങനെ അമ്മ പറഞ്ഞ് എന്നെ ആശ്വസിപ്പിക്കും. അങ്ങനെ ഇവര് കല്യാണം ഇങ്ങനെ ഇത് വന്നപ്പോ എനിക്ക് ഒരു ഭയങ്കര ടെൻഷൻ. ദൈവമേ, കാറിൽ വന്ന് ഇവരിനി എന്നെ കണ്ടിട്ട് എന്ത് പറഞ്ഞിട്ട് പോകും എന്ന് അങ്ങനെ ഭയങ്കര ഒരു വിഷമമായിരുന്നു. അങ്ങനെ ഇവര് എല്ലാരും വീട്ടിൽ കയറി വന്നത് ഒരു പാസ്റ്റർ, സെക്രട്ടറി, പിന്നെ പയ്യന്റെ കൂട്ടുകാരൻ, പയ്യനെ ഞാൻ കണ്ടില്ല. അങ്ങനെ വന്ന് ചായ കൊടുക്കാൻ പറഞ്ഞു. അപ്പൊ ചായ കൊടുക്കാൻ വരാൻ വേണ്ടി നിന്നപ്പോ ചെറുക്കനാണെങ്കിൽ ചായയും കാപ്പിയും ഒന്നും കുടിക്കത്തില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു, ഭാഗ്യം അത് കൊടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു. എന്നിട്ട് ഞാൻ ഈ ചായ കൊണ്ട് കൊടുക്കുന്നത് വന്ന പാസ്റ്റർക്കാ കൊടുക്കുന്നത്. അങ്ങനെ പാസ്റ്റർക്കും സെക്രട്ടറിക്കും കൂടെ വന്ന ആൾക്കും ഇത്രയും കൊടുത്തിട്ട് പുള്ളിക്കാരനെ എനിക്ക് കാണത്തില്ല. ഞാൻ അങ്ങോട്ട് തിരിഞ്ഞു നിന്ന് കൊടുത്ത് സ്ഥലമില്ല, ഒരു കൊച്ചു ഒരു ഇത് പലകടിച്ചു അങ്ങനെ കൊടുത്ത് ഞാൻ അങ്ങ് പോയി കഴിഞ്ഞപ്പോ അപ്പൊ പയ്യനെ കാണാൻ വേണ്ടി തന്നെ ഇവര് പറഞ്ഞ് വെള്ളം എടുത്തോണ്ട് വരാം. അപ്പൊ ഞാൻ പറഞ്ഞു, അച്ചാച്ചൻ കൊണ്ടുപോയി വെള്ളം കൊടുക്കാൻ പറഞ്ഞു. ഞാൻ പോയില്ല. അങ്ങനെ അവിടെ നിന്ന് സംസാരിച്ച് അപ്പൊ അവിടെ ഇരുന്ന് കാര്യങ്ങൾ പറഞ്ഞപ്പോ എല്ലാരും വന്ന് ചെറുക്കനും പെണ്ണും കാണട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ ചെറുക്കനെ ഒത്തിരി നിർബന്ധിച്ച് പെണ്ണിനെ കാണാൻ. അപ്പം പറഞ്ഞു, വേണ്ട, എനിക്ക് പെണ്ണിനെ കാണണ്ട, നമുക്ക് ഇവിടുത്തെ പാസ്റ്റർ വീട്ടിൽ പോകാന്ന് പറഞ്ഞു. അങ്ങനെ ഇവര് ഉടനെ എണീറ്റ് പാസ്റ്റർ വീട്ടിൽ പോയി. ഞാനും കണ്ടില്ല, പുള്ളിക്കാരന്റെ കൈ മാത്രമേ ഞാൻ കണ്ടുള്ളൂ. ഒരു കൈ ഇങ്ങനെ. അപ്പൊ കൈ കണ്ടപ്പോ എന്ത് ഭയങ്കര ഈ മസിൽ പോലെയൊക്കെ ഇരുന്നു. അപ്പൊ ഞാൻ ഇങ്ങനെ, അയ്യോ ഇത് ഇത്രയും വലിയ കൈയോ, അങ്ങനെ ചിന്തിച്ച് ഇവരങ്ങ് പോയി. ഇവര് പോയി പാസ്റ്റർ വീട്ടിൽ ചെന്നിട്ട് സംസാരിച്ച വാക്കെന്ന് പറഞ്ഞ, എനിക്ക് പെണ്ണിനെ ഇഷ്ടപ്പെട്ടെന്ന്. അപ്പൊ പെണ്ണിനെ ഇഷ്ടപ്പെട്ടു, ഞാൻ കണ്ടില്ല, എന്നെയും കണ്ടില്ല. എന്നിട്ട് അവര് വിളിച്ചു പറഞ്ഞത് കല്യാണത്തിനുള്ള കാര്യങ്ങൾ ചെയ്യും. പിന്നെ ഞങ്ങള് ഞങ്ങള് ഞങ്ങൾക്ക് അറിഞ്ഞൂടെ എന്താണ് നടന്നതെന്ന്. പക്ഷെ ദൈവം ഒരു അത്ഭുതം ഇതിന്റെ ഇടയിൽ ചെയ്തു. കാര്യം ആ വ്യക്തി ഒരു കാര്യം പറഞ്ഞു. എന്താണെന്നറിയോ, ഒരു കണ്ണ് പൊട്ടനായിരിക്കണം കല്യാണം കഴിക്കുന്ന ആളെന്ന്. സ്വർഗത്തിലെ ദൈവം ആ പയ്യനെ അവിടെ കണ്ണു പൊട്ടനാക്കി. എന്നെ നേരിട്ട് കണ്ടെങ്കിൽ കെട്ടത്തില്ല. അവിടെ വന്ന് കണ്ണുപൊട്ടനെ പോലെയാണ് ഇരുത്തിയത് ദൈവം. എന്നിട്ട് കല്യാണത്തിനാണ്, കല്യാണ മണ്ഡപത്തിൽ അതിന് മുന്നേ എന്നിട്ട് വിളിച്ചു പറഞ്ഞ്, പെണ്ണ് കറുപ്പാണ്, ഇങ്ങനെയൊക്കെയാണ് ഇരിക്കുന്നത്. അപ്പൊ ഇവരെ വീട്ടുകാരെല്ലാം വന്ന് എന്നെ കണ്ടപ്പോ വീട്ടുകാരൊക്കെ നല്ല സൈസ്, ഇഷ്ടം പോലെ ആൾക്കാർ, ഞാൻ മനുഷ്യന്മാരെ കാണാത്ത ഒരാളും. ഇവരെ വീട്ടിൽ നിന്ന് ഒത്തിരി പേര്, അച്ഛനും അമ്മയും എല്ലാരും നല്ല തടിയും. അത് അവരെ കണ്ടതോടെ എനിക്ക് പേടിയായി, വിറയ്ക്കാൻ തുടങ്ങി. ദൈവമേ. എന്നിട്ട് പറഞ്ഞ് പെണ്ണ് കറുപ്പ്, അമ്മ ചെന്ന് പറഞ്ഞ് പെണ്ണ് കറുപ്പാന്ന്. പെണ്ണ് കറുപ്പാന്ന് പറഞ്ഞപ്പോ പുള്ളിക്കാരന് ഒരു വിഷമം തോന്നി. കാര്യം ഞാനൊരു വെളുത്ത കുട്ടിയെ കെട്ടണമെന്നാണ് ഞാൻ ചിന്തിച്ചത്. അപ്പൊ വന്നത് കറുപ്പാണല്ലോ എന്ന് ചിന്തിച്ച്. എന്നിട്ട് പിന്നെ മനസ്സിലൊരു പാവപ്പെട്ട വീട്, അപ്പനില്ല, ആരും ഇല്ലാത്തതാന്നുള്ള രീതിയിൽ ആ ദൈവം പ്രവർത്തിച്ച് അങ്ങനെ സമ്മതിച്ച് കല്യാണ മണ്ഡപത്തിൽ വെച്ചാണ് എന്നെ കാണുന്നത്. പിന്നെ ദൈവത്തിന്റെ കൃപയാൽ എന്റെ കല്യാണം നടക്കാൻ ഞങ്ങളുടെ കയ്യിൽ ഒരു രൂപയില്ല. എന്ത് ചെയ്യും, ഇവര് സ്ത്രീധനം ചോദിച്ചത് 1,50,000 രൂപ. 1,50,000 രൂപ പോയിട്ട് ഒരു രൂപ ഞങ്ങൾക്കില്ല. അങ്ങനെ ഒത്തിരി ഭാരപ്പെട്ട് ഇനി എന്ത് ചെയ്യും. അങ്ങനെ പാസ്റ്റർ ഒരു സഹോദരന്റെ നമ്പർ തന്നിട്ട് പറഞ്ഞ്, എന്റെ അച്ചാച്ചന്റെ അടുത്ത് പറഞ്ഞു ഒന്ന് വിളിക്കാൻ പറഞ്ഞു. ആ പാസ്റ്ററെ ഒന്ന് ആ സഹോദരനെ ഒന്ന് വിളിക്കാൻ പറഞ്ഞു. അങ്ങനെ പൈസ കിട്ടുന്നൊന്നും പ്രതീക്ഷയിരുന്നില്ല. അയാള് ദുബായിൽ നല്ല ബിസിനസ് ആയിട്ട് നിൽക്കുക. അങ്ങനെ അച്ചാച്ചനാണെങ്കിൽ വിളിച്ചിട്ട് രാത്രിയിലെ വിളിച്ച് 2 ദിവസം കഴിയുമ്പോ ഇവിടെ വന്ന് പൈസ ഇവർക്ക് കൊടുക്കണം. അപ്പൊ എന്ത് ചെയ്യുക. അങ്ങനെ വിളിച്ചപ്പോ അപ്പൊ ആ ആള് പറഞ്ഞു, സുരേഷ്, ഞാനൊന്ന് എന്റെ സഹോദരന്റെ പേരും സുരേഷ് എന്നാണ്. അപ്പൊ സുരേഷ്, ഞാൻ ഒന്ന് ആലോചിക്കട്ടെ, ആലോചിച്ചിട്ടൊന്ന് വിളിക്കാന്ന് പറഞ്ഞു. അങ്ങനെ ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ട് ആള് വിളിച്ചിട്ട് പറഞ്ഞു, 1,20,000 രൂപ ഞാൻ തരാം, 6 മാസം കഴിഞ്ഞാൽ 1,00,000 രൂപ തിരിച്ചു തരണം, 20,000 രൂപ ഇഷ്ടദാനമായിട്ട് എടുത്തോളാൻ പറഞ്ഞു. അപ്പൊ എന്തെങ്കിലും ആയിക്കോട്ടെ, അത്രയെങ്കിലും കിട്ടി. അങ്ങനെ കൊടുക്കാനുള്ളത് എല്ലാം ദൈവം തന്ന് കാര്യങ്ങള് ക്രമീകരിച്ച് സഭയിലുള്ള എല്ലാ ദൈവമക്കള്, ഞങ്ങൾക്കൊന്നും, എല്ലാ ദൈവമക്കളും എന്റെ കല്യാണത്തിനുള്ള ഡ്രസ്സും കാര്യങ്ങളും ഒന്നും ഒരു പെട്ടിക്കകത്ത്, പെട്ടി എന്ന് പറയാൻ ഒന്നും എടുക്കാനില്ല, ആ പെട്ടി ഉൾപ്പെടെ ഓരോരുത്തരാണ് എനിക്ക് വേണ്ടി വാങ്ങിച്ചത്. ദൈവം എനിക്ക് വേണ്ടി കരുതരുത്. കാരണം എല്ലാരും മാറ്റി നിർത്തിയപ്പോഴും ഒന്നും ഇല്ല എന്ന് പറഞ്ഞപ്പോഴും അമ്മ പറയും, മക്കളെ ഇല്ല മോളെ, ദൈവം നമ്മളെ അനുഗ്രഹിക്കും, മാനിക്കും എന്ന് പറയുമ്പോഴും എന്നാലും എനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. കാര്യം എന്ന് പറഞ്ഞാൽ അങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിച്ചാലേ
ആ നന്മ പിറ്റേ ദിവസം കാണാൻ എനിക്ക് പറ്റാറില്ല. അങ്ങനെ ദൈവം എല്ലാ എല്ലാ കാര്യങ്ങളും എന്റെ വിവാഹമാണ് ആ ചർച്ചില് ഏറ്റവും നല്ലതായിട്ട് നടന്നത്. വേറെ കല്യാണം നടന്നു, പക്ഷെ ഒരു അപ്പനോ വേറെ കൈസ ഒരു നല്ല ഇതായിട്ട് ചെയ്യാൻ ഞാൻ കാര്യമില്ല. പക്ഷെ ആ വിവാഹം വളരെ അനുഗ്രഹമായിട്ട്, അതുപോലെ ഭർത്താവിന്റെ വീട്ടുകാരെന്ന് പറഞ്ഞാൽ ഒത്തിരി ഒത്തിരി കുടുംബക്കാരുള്ള ഒരു കുടുംബത്തിലോട്ടാണ് ദൈവം എന്നെ അയച്ചത്. അങ്ങനെ വിവാഹം കഴിഞ്ഞ് ഞങ്ങള് വീട്ടിൽ വന്ന് ഒരു രണ്ടാഴ്ച കഴിഞ്ഞപ്പോ ആ ആള് വിളിച്ചിട്ട് പറയുന്നു, സുരേഷ്, ദൈവം ഒരു അത്ഭുതം ഞങ്ങളുടെ ജീവിതത്തിൽ, ഞങ്ങൾക്ക് 1,20,000 രൂപ തന്ന ആള് വിളിച്ചിട്ട് പറഞ്ഞു, ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു അത്ഭുതം ചെയ്ത് എന്റെ ഭാര്യയ്ക്ക് ജോലി കിട്ടി 1,50,000 രൂപ ശമ്പളത്തോടെ. ഇനി ആ പൈസ ഞങ്ങൾക്ക് വേണ്ടെന്ന്. അപ്പം ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ, അപ്പൊ ഈ 1,00,000 രൂപ എങ്ങനെ കൊടുക്കുമെന്ന് എന്റെ അച്ചാച്ചൻ വളരെ ഭാരപ്പെട്ടു. 6 മാസത്തെ അവധിയാണ് പറഞ്ഞിരിക്കുന്നത്. 6 മാസത്തെ അവധിക്ക് കൊടുക്കാൻ ഒരു വഴിയില്ല. അങ്ങനെ ആ അങ്ങനെ ഒരു ഇത് വിളിച്ചു പറഞ്ഞപ്പോ ഒത്തിരി സന്തോഷമായി. ദൈവം എനിക്ക് വേണ്ടി ചെയ്തൊരു അത്ഭുതം. അങ്ങനെ പ്രാർത്ഥിച്ച് എന്റെ കൊച്ചപ്പനെ എന്നിട്ട് ഞാൻ വിളിച്ചു പറഞ്ഞു, വന്ന പയ്യന്റെ പേര് സുരേഷ് എന്നാണ്. ഇതെല്ലാം ദൈവം നിവർത്തിച്ച് സുരേഷ് എന്നാണെന്ന് പറഞ്ഞ്. അതുപോലെ തന്നെ കൊച്ചപ്പൻ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒത്തിരി പൈസ കയ്യിൽ തരുമെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞ്. വീട്ടില് വന്ന് കുറച്ച് നാള് കഴിഞ്ഞപ്പം 1,00,000 രൂപ, 1,00,000 എങ്ങനെ എണ്ണാൻ പോലും എനിക്ക് അറിഞ്ഞുകൂടാ, എന്റെ കയ്യിൽ എന്റെ ഭർത്താവിന്റെ കൈ കൊണ്ട് തന്നു. കൈ കൊണ്ടുവന്നപ്പോ ഞാൻ പൈസയെ നോക്കി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. കാര്യം ഞാൻ ഇതൊന്നും കണ്ടിട്ടില്ല. എന്നിട്ട് പെട്ടെന്ന് കൊച്ചപ്പൻ പറഞ്ഞ വാക്ക് എന്റെ മനസ്സിൽ, ദൈവം അനാഥരെ വിധവകളെ കൈവിടത്തില്ല എന്ന് പറയുന്നത് സത്യമാണ്. ഞാൻ പൈസയെ നോക്കി, ദൈവം എത്ര വിശ്വസ്തനാണ്. ഞാൻ പൈസ നോക്കിയിട്ട് അലമാരി വെച്ചോണ്ട് ഞാൻ വെളിയിൽ ഇറങ്ങും, പിന്നെയും വന്ന് ആ പൈസ നോക്കും. കാരണം അത്ഭുതമാണ് എനിക്ക്. ഞാൻ ഇങ്ങനെ ഒരു അവസ്ഥ ഞാൻ കണ്ടിട്ടില്ല. വന്നു നോക്കുക, അങ്ങനെ എന്റെ ജീവിതത്തിൽ ദൈവം അങ്ങനെ ഒരു വലിയ കാര്യം പറഞ്ഞത്. ദൈവം അതുപോലെ തന്നെ എന്നെ മാനിച്ച് നിന്ദിച്ചവരുടെ മധ്യേ ദൈവം എന്നെ മാനിച്ച്. ഇവിടെ വന്നപ്പോഴും പറഞ്ഞു, നിനക്ക് വേറെ പെണ്ണൊന്നും കിട്ടിയില്ലേ, ഇതേ കിട്ടിയുള്ളൂ എന്നൊക്കെ ആൾക്കാർ ചോദിച്ചപ്പോ എനിക്ക് ഒത്തിരി വിഷമം തോന്നി. ദൈവമേ, എന്നാലും പുള്ളിക്കാരൻ എന്നെ എല്ലായിടത്തും കൊണ്ടുപോയി ഇങ്ങനെ കാണിക്കുമ്പോ, നിനക്ക് പറ്റിയ പെണ്ണൊന്നും അല്ല ഇത്, ഇങ്ങനെയൊക്കെ പറയുമ്പോ എന്റെ മനസ്സിൽ, ദൈവമേ, അങ്ങനെ അച്ഛനെ മാത്രമേ ഇവിടെ വിശ്വാസത്തിൽ വന്നിട്ടുള്ളൂ. ഇവര് കത്തോലിക്കരാണ്. കത്തോലിക്കയില് ഇവര് 5 മക്കളിൽ അച്ഛൻ മാത്രം വിശ്വാസമില്ല, ബാക്കി എല്ലാവരും കത്തോലിക്കയാണ്, അച്ഛനും അമ്മയും എല്ലാം. അപ്പൊ അവരെ ഇടയിലാണ് എന്നെ കൊണ്ടുവന്നത്. അപ്പൊ ഞാൻ, ദൈവമേ, ഞാൻ എന്ത് ചെയ്യും, എനിക്ക് പേടിയാണ്. അങ്ങനെ കഴിഞ്ഞപ്പോ പിന്നെ കുറെ നാൾ ഇത് കഴിഞ്ഞപ്പോ എനിക്ക് വയ്യാതെ ആശുപത്രി കാണിച്ചപ്പോ ഡോക്ടർ പറഞ്ഞു മക്കളുണ്ടാവത്തില്ല എന്ന് പറഞ്ഞപ്പോ എനിക്ക് ഒത്തിരി ഭാരം തോന്നി. ദൈവമേ, ഒന്നാമത് ഞാൻ ഈ അവസ്ഥയിൽ ഇരിക്കുന്നു, ഇനി കൊച്ചുങ്ങളും കൂടെ ഇല്ലെങ്കിൽ ഞാൻ ഇവരുടെ മുന്നിൽ എന്തായി തീരുന്നു. ഒരു അവഗണന കൂടുതലായിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ചിന്തിച്ച്, കല്യാണത്തിന് മുന്നേ അവഗണന കുറഞ്ഞു, കല്യാണം കഴിഞ്ഞ ദൈവമേ, ഈ അവസ്ഥയിൽ ഇനി എന്നെ ഞാൻ ഒറ്റപ്പെട്ടു പോകുമോ, എന്ത് ചെയ്യുമെന്നറിയാതെ ഒത്തിരി ഭാരപ്പെട്ട് ഞാൻ എന്നും എന്റെ വയറ്റിൽ കഴിച്ച് പ്രാർത്ഥിക്കും, കർത്താവെ, നിന്നെ കിടവരുത്തരുത്, ദൈവം എനിക്കൊരു ഒരു തലമുറ എനിക്ക് തരണം, ഒന്നെങ്കിലും തരണം. അങ്ങനെ ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു. എന്ന് പ്രാർത്ഥിച്ച് ദൈവം ഒരു അത്ഭുതം ചെയ്ത്. ഞാൻ ദൈവത്തോട് ഒന്നാണ് ചോദിച്ചത്, ദൈവം 2 മക്കളെ. ഡോക്ടർ എന്നോട് ചോദിച്ചത്, നിങ്ങളുടെ കുടുംബത്തില് മക്കൾ ഇരട്ട പിള്ളേർ വല്ലതും ഉണ്ടോ? ഞാൻ പറഞ്ഞു ഇല്ല. പിന്നെ ട്രീറ്റ്മെന്റ് ചെയ്ത്? ഞാൻ പറഞ്ഞു ഇല്ല. പിന്നെ എങ്ങനെ നിങ്ങൾക്ക്? ഞാൻ പറഞ്ഞു എനിക്കറിഞ്ഞൂടാ, ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു, എനിക്ക് ഒരു കൊച്ചിനെ കിട്ടത്തില്ല എന്ന് പറഞ്ഞ് ദൈവം എനിക്ക് അങ്ങനെ തന്നതാന്ന് ഇങ്ങനെ പറഞ്ഞു. അപ്പൊ ഡോക്ടർ നല്ല അറിയുന്ന ഒരു ഡോക്ടറാണ്. അങ്ങനെ സ്വർഗത്തിലെ ദൈവം എന്റെ ജീവിതത്തിൽ അതും എനിക്ക് വലിയൊരു അനുഗ്രഹമാണ് എനിക്ക് തന്നത്. അങ്ങനെ പ്രാർത്ഥിച്ച് സന്തോഷത്തോടെ, എങ്കിലും ജീവിതത്തിൽ ഒത്തിരി പ്രയാസങ്ങൾ വന്നു. അങ്ങനെ എന്റെ മോനുണ്ടായി. എന്റെ ഓപ്പറേഷൻ, ഈ പിള്ളേരുടെ ഓപ്പറേഷൻ എന്ന് പറയുമ്പോൾ വലിയൊരു ഓപ്പറേഷൻ ആയിരുന്നു. അതിൽ ഞാൻ ഒത്തിരിയും വേദനകൾ സഹിച്ചു. മോന് മക്കളുടെ ഓപ്പറേഷൻ കഴിഞ്ഞതിൽ ഉള്ള ബുദ്ധിമുട്ടിൽ വന്ന്, പിന്നെ എന്റെ വയറ് 2.5 കിലോയോളം താന്ന്, ഒരു ഓപ്പറേഷൻ ചെയ്തതിൽ കംപ്ലൈന്റ് വന്ന്, അങ്ങനെ 2.5 വീണ്ടും ഓപ്പറേഷൻ ചെയ്ത് 2.5 കിലോ വെട്ടിക്കളഞ്ഞ്, അങ്ങനെ എന്റെ ശരീരത്തില് ഇപ്പൊ നോക്കുവാണെങ്കിൽ 5 ഓപ്പറേഷൻ കഴിഞ്ഞു. പക്ഷെ ദൈവം അവിടെ എല്ലാം എനിക്ക്, പിന്നെ എന്റെ വ്യക്തിപരം ഇങ്ങനെ വന്നൊരു ജീവിതമായ കാരണം എപ്പോഴും എനിക്ക് പ്രാർത്ഥിക്കാൻ ദൈവം എപ്പോഴും ഒരു വേദന ഉള്ള കാരണം ഞാൻ എനിക്ക് നന്നായിട്ട് ഒറ്റയ്ക്കിരുന്ന് എനിക്ക് നന്നായിട്ട് ദൈവത്തോട് സംസാരിക്കാൻ കഴിഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോഴേ എനിക്ക്
ബ്ലീഡിങ് വന്ന് ഡോക്ടറെ കാണിച്ചുകൊണ്ടിരിക്കുമ്പം തന്നെ മരുന്ന് കഴിച്ചുകൊണ്ട് ബ്ലീഡിങ്ങിന് ഒരു കുറവില്ല. ഒരു വർഷക്കാലം ട്രീറ്റ്മെന്റും ചെയ്യുന്നു, ബ്ലീഡിങ്ങും നിൽക്കുന്നില്ല. അങ്ങനെ ഒരു വ്യത്യാസമില്ല. പിന്നെ ഒരു ട്രീറ്റ്മെന്റ് ചെയ്ത് ബ്ലീഡിങ് നിൽക്കാൻ വേണ്ടി ചെയ്തിട്ടും മാറുന്നില്ല. അങ്ങനെ 2 വർഷം ബ്ലീഡിങ് ആയിട്ട് ഒരു ദിവസം പോലും ഒഴിവില്ല. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുക, എന്റെ കഷ്ടത ഇനിയും മാറിയില്ലേ, ഇനി എന്റെ ജീവിതത്തിൽ ദൈവമേ ഇനിയും കഷ്ടത. എങ്കിലും മനസ്സിനകത്തോട്ട് വരുന്ന ഒരു ഇതെന്ന് പറഞ്ഞാൽ എന്റെ കൃപ നിനക്ക് മതി, എന്റെ കൃപ നിനക്ക് മതി. അപ്പൊ ഞാൻ ഇങ്ങനെ, എനിക്ക് നടക്കാൻ പറ്റത്തില്ല, പക്ഷെ എല്ലാവരുടെ മുന്നിൽ ഞാൻ നല്ല ഇതായിട്ട് അങ്ങ് നിൽക്കും, ഇങ്ങനെ ചിരിച്ചോണ്ട് അങ്ങ് നിൽക്കും. എന്നിട്ട് ഞാൻ ഇങ്ങനെ, ദൈവമേ ഞാൻ എന്ത് ചെയ്യും, ഇതിൽ നിന്ന് എനിക്കൊരു വിടുതൽ വേണമല്ലോ. എന്നാലും ഞാൻ പ്രാർത്ഥിക്കും, നന്നായിട്ട് പ്രാർത്ഥിക്കും, കർത്താവേ എനിക്കൊരു പൂർണ്ണ വിടുതൽ. പക്ഷെ എനിക്ക് വിടുതലില്ല, പക്ഷെ അത് നിൽക്കാനുള്ള ഒരു കൃപയുണ്ട്. ഇങ്ങനെ തളർന്ന് വീണ് ഒന്നും പോകാതെ ഫുൾ ബ്ലീഡിങ് എന്ന് പറഞ്ഞാൽ 1 മാസം 12 മാസവും എനിക്ക് ബ്ലീഡിങ്ങാ. ഇത് എനിക്ക് പുറത്ത് പറയാൻ നാണക്കേടായിട്ട് ഞാൻ ദൈവം എന്നെ വിടുവിക്കും, ദൈവം എന്നെ എന്ന് വിടുവിക്കുന്നു, അല്ല ഞാൻ ആശുപത്രി പോകത്തില്ല. അങ്ങനെ ഒരു ദിവസം അങ്ങനെ പറഞ്ഞു പ്രാർത്ഥിച്ചു. പക്ഷെ രാത്രിയിലൊന്നും, പകല് ജോലി എങ്ങനെയെങ്കിലും ഒക്കെ ചെയ്യില്ല. അത് അച്ഛൻ്റെ അച്ഛനും അമ്മയും ഞങ്ങളുടെ കൂടെ തന്നെയാണ്, ഒരു വിശ്വാസത്തിലല്ല. അപ്പൊ അവരോട് എനിക്ക് ഇതൊക്കെ പറയാനൊരു അവരറിയരുത്. കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ പ്രാർത്ഥിക്കുന്നു, അത്രയും ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അപ്പൊ എന്റെ ദൈവത്തിന് ഒരു ഇതില്ലാതാവരുത്, അതാണ് ഞാൻ അവരോടൊന്നും പറയാതെ ഇത് ഞാൻ രഹസ്യമായിട്ട് എന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാർക്ക് മാത്രം, കുറച്ച് പേർക്ക്, പ്രാർത്ഥിക്കുന്നവർക്ക് മാത്രം അറിയാൻ ഞാൻ ഇങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് പോകുന്നത്. പലപ്പോഴും ഞാൻ എണീറ്റ് നിൽക്കുമ്പോൾ കുളിച്ച അവസ്ഥയിലാണ് പലപ്പോഴും ഞാൻ അനുഭവിച്ചിട്ടുള്ളത്. രാത്രിയിലൊക്കെ പലപ്പോഴും ഞാൻ ഇരുന്ന് കരഞ്ഞിട്ടുണ്ട്. ദൈവമേ എന്നെ നിന്നക്കിടവരുത്തരുത്. ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കും, എന്നെ നിന്നക്കിടവരുത്തരുത് കർത്താവേ എന്ന് പറഞ്ഞ് എപ്പോഴും ഞാൻ പ്രാർത്ഥിക്കും. അങ്ങനെ പ്രാർത്ഥിച്ച് സ്വർഗത്തിന്റെ ദൈവം എനിക്ക് അന്ന് ഒരു ദിവസം ചൊവ്വാഴ്ച പ്രാർത്ഥന കഴിഞ്ഞിട്ട് ആന്റി പറഞ്ഞു, പാസ്റ്റർ ഭാര്യ പറഞ്ഞു, ബുധനാഴ്ച സഹോദരിമാരെല്ലാരും വന്ന് നമുക്കൊന്ന് പ്രാർത്ഥിക്കണം എല്ലാവരും, നമുക്ക് ഇങ്ങനെ പോയാൽ പറ്റില്ല. അപ്പൊ ഞാൻ തീരുമാനിച്ചു, ശരിയാ പ്രാർത്ഥിക്കണം. അപ്പൊ കിട്ടുന്ന സമയത്തില് എന്റെ വ്യക്തിപരമായ പുറമേ ഞാൻ ഒത്തിരി ഞാൻ എന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഞാൻ ഒത്തിരി ഇരുന്ന് ആരും കാണാതെ എനിക്കിരുന്ന് പ്രാർത്ഥിക്കാൻ ദൈവം ഒത്തിരി അവസരം എനിക്ക് വരുന്നത്. രാത്രി ആയാല് എല്ലാരും കടന്നുറങ്ങുമ്പോ എനിക്ക് ഒത്തിരി നേരം ഇരുന്ന് പ്രാർത്ഥിക്കാൻ ദൈവം അങ്ങനെ ഒരു ഭാഗ്യം എനിക്ക് ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ ഒത്തിരി നിന്ദകളും പരിഹാസങ്ങളും പട്ടിണികളും ഞാൻ എല്ലാത്തിനും കൊതിച്ചിട്ടുണ്ട്. ഒരു നല്ല ഡ്രസ്സ് ഇടാൻ വേണ്ടി ഞാൻ കൊതിച്ചിട്ടുണ്ട്, നല്ലൊരു ഭക്ഷണം കഴിക്കുവാൻ. അതുപോലെ നടന്നു പോകുമ്പോ കടകളിൽ നല്ല വെള്ളമൊക്കെ ഇരിക്കുന്ന കാണുമ്പോൾ ഞാൻ കൊതിച്ചിട്ടുണ്ട്. ഈ 7up കാര്യം വെച്ച് കുടിക്കാൻ കിട്ടിയെങ്കിൽ പൈസ ഒന്നുമില്ല വാങ്ങാൻ. എന്നുവെച്ചാൽ സ്വർഗത്തിലെ ദൈവം വിവാഹം കഴിഞ്ഞപ്പോ ഞാൻ എന്തിനെല്ലാം ആഗ്രഹിച്ചോ, ദൈവം ഡ്രസ്സിന് ഞാൻ ഒത്തിരി നല്ല ഡ്രസ്സ് ഇടാം. എല്ലാരും നല്ലത് ഇട്ട് വരുമ്പോ, പള്ളിയിലൊക്കെ വരുമ്പോ ഞാൻ കൊതി തോന്നിയിട്ടുണ്ട്. സൈഡെല്ലാം കീറി തയ്ച്ചുള്ള ചുരിദാർ ഇട്ടോണ്ടാ പോയിരിക്കും. ചിന്തിക്ക് ഒരു നല്ലൊരു ഡ്രസ്സ് ഇല്ലല്ലോ, കാണാതിരിക്കും, ഷോൾ ഇട്ട് മറച്ചിരിക്കും. അപ്പൊ എന്റെ ദൈവം ഇന്ന് എനിക്ക് ധാരാളം എല്ലാ നന്മയും തന്നു. പക്ഷെ ദൈവം എന്നെ ഒത്തിരി സ്നേഹിക്കുന്നു. അപ്പൊ എനിക്ക് പിന്നീടാണ് മനസ്സിലായത്, ദൈവം എന്നെ സ്നേഹിക്കുന്ന കാരണമാണ് ഈ രോഗങ്ങൾ ഉണ്ടെങ്കിലും എനിക്ക് പിടിച്ചു നിൽക്കാനുള്ള കൃപ ദൈവത്തിന്റെ കൃപയാണ്. എനിക്ക് എല്ലാ നന്മയും തന്നു. ഞാൻ ദൈവത്തോട് അങ്ങനെ തന്നെ പ്രാർത്ഥിക്കുന്നു, എത്ര നന്മ തന്നാലും ദൈവത്തെ മറന്ന് ജീവിക്കാൻ ഇടവരുത്തരുത്. അതാണ് ഇന്നും ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ പ്രാർത്ഥിക്കാൻ വേണ്ടി ആന്റി വിളിച്ച് ബുധനാഴ്ച പ്രാർത്ഥിക്കാൻ വേണ്ടി ഞാൻ വീട്ടിലെ ജോലിയെല്ലാം ചെയ്ത് പെട്ടെന്ന് കുളിച്ചോണ്ട് പോകാന്ന് പറഞ്ഞ് ബാത്റൂമിൽ കയറി കുളിക്കാൻ വേണ്ടി കയറിയതാ. എനിക്ക് ബ്ലീഡിങ് കാരണം എനിക്ക് നിൽക്കാൻ വയ്യ, ബാത്റൂമിൽ ആരും ഇല്ല, ഞാൻ എന്ത് ചെയ്യും. കുറെ കഴിഞ്ഞപ്പോ എനിക്ക് ഓർമ്മ നഷ്ടപ്പെടുത്തുന്ന പോലെ എനിക്ക് ബാത്റൂം തുറക്കാൻ പറ്റുന്നില്ല. അങ്ങനത്തെ അവസ്ഥയിൽ ഞാൻ ആയിപ്പോയി. ഞാൻ ഇനി എന്ത് ചെയ്യും. പിന്നെ തലയൊക്കെ കറങ്ങുന്നു. ഞാൻ കുറെ നേരം അങ്ങനെ ഇരുന്നു, എന്ത് ചെയ്യാൻ അറിയാതെ. ആ സമയത്ത് ആന്റി അവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, ദൈവമക്കളുമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോ ആന്റിക്ക് എന്റെ മുഖം ഇങ്ങനെ കാണിക്കുന്നു, എന്തോ ഒരു അനർത്ഥം സംഭവിക്കുന്നു, ഒരു മരണമാണ് കാണുന്നത്. അപ്പൊ ആന്റി എന്ത് പറ്റി. എന്നിട്ട് ചുമ്മാ ആന്റിക്ക് കണ്ടുകൊണ്ടിരിക്കുന്നു. അപ്പൊ ആന്റി അവരോട് പറഞ്ഞ് കൈ കോർത്ത് പ്രാർത്ഥിക്കാൻ, സുനിത സഹോദരിക്ക് എന്തോ ഒരു അനർത്ഥം സംഭവിക്കുന്നു. അപ്പൊ ഞാൻ ആ സമയത്ത് ഇവിടെ എന്റെ ഓർമ്മ എനിക്ക് ഓർമ്മയില്ലാതെ വിളിക്കാനൊന്നും, ആരും വിളിച്ചാലും കേൾക്കത്തില്ല. പിന്നെ ഞാൻ ഇങ്ങനെ ഇരുന്നപ്പോ പെട്ടെന്ന് തന്നെ എനിക്ക് ഒരു ഇതുപോലെ വന്ന് ഞാൻ പെട്ടെന്ന് എണീറ്റ്
പെട്ടെന്ന് എനിക്ക് നിൽക്കാൻ പറ്റില്ല. അത്രമേലായിട്ടാണ് ഞാൻ നിൽക്കുന്നത്. പെട്ടെന്ന് വെള്ളം ഒഴിച്ച് പെട്ടെന്ന് ബാത്റൂമിൽ ഞാൻ ഇറങ്ങി ഇവിടെ വന്ന് റൂമിൽ ഇങ്ങനെ ചാരി ഇരുന്ന് എനിക്ക് തൊണ്ടയെല്ലാം ഉണങ്ങുന്നു. വെള്ളം എടുത്തു തരാൻ ആരുമില്ല. അച്ഛൻ പണിക്ക് പോയിരിക്കുന്നു. ഞാനിത് അങ്ങനെ ഭാരപ്പെട്ടിരിക്കുമ്പോൾ ഇവര് പ്രാർത്ഥന തീർന്ന് എന്റെ കൂട്ടുകാരിൽ എന്നെ കാണാത്ത കാരണം അവരിവിടെ വന്നപ്പോ ഞാൻ ഇങ്ങനെ വല്ലാത്ത അവസ്ഥയിൽ മുഖമൊക്കെ നീര്, അപ്പോഴത്തേനും കയറി നീര് വെച്ച് വയറെല്ലാം അങ്ങ് വലുതായി ഒരു വല്ലാത്ത രൂപത്തിലാണ് ഞാൻ ഇരിക്കുന്നത്. അവര് കണ്ട് പേടിച്ച്. ഞാൻ ഇരിക്കുന്നിടത്തും അവിടെ എല്ലാം ബ്ലീഡിങ് ആയിട്ട് ഇങ്ങനെ എന്താ പറയാ, മോട്ടർ അടിച്ച് എങ്ങനെ അതുപോലെ വെള്ളത്തില് പിന്നെ നനഞ്ഞിരിക്കുക ഇങ്ങനെ. അവര് പെട്ടെന്ന് വന്ന് എനിക്ക് വെള്ളം എടുത്ത് വന്നിട്ട് അവര് തന്നെയാണ് എല്ലാം ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി. ആന്റിയെ പെട്ടെന്ന് വിളിച്ച് വന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. വയറിത്ര ഇങ്ങനെ വലിയതായിട്ട് ഇങ്ങനെ വീർത്തിരിക്കുന്നു. കൈവച്ച് പ്രാർത്ഥിച്ചപ്പോ എനിക്ക് അനുഭവപ്പെടുന്നു ഇങ്ങനെ താന്ന് വരുന്ന പോലെ ഇങ്ങനെ തോന്നി. അതുപോലെ പ്രാർത്ഥിച്ച് പിന്നെ അപ്പോഴത്തേന് അച്ഛൻ വന്നു കഴിഞ്ഞിട്ട് പറഞ്ഞു ഇനി നിൽക്കണ്ട, കൊല്ലത്തൊരു മെഡിസിറ്റി എന്ന് പറയുന്ന ആശുപത്രിയിൽ എന്നെ കാണിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് അവിടെ തന്നെ പോകാൻ പറഞ്ഞു. അങ്ങനെ പ്രാർത്ഥിച്ച് അവിടെ ആശുപത്രി ചെല്ലുന്നവരെ ഇത്രയും ദൂരം ഇവിടുന്ന് പോകണം. 55 കിലോമീറ്റർ ഉണ്ട് ഞങ്ങളുടെ ഇപ്പൊ താമസിക്കുന്ന സ്ഥലത്തുനിന്ന് പോകാൻ. അവിടെ ചെല്ലുന്നവര് ഒരു കുഴപ്പവും ഇല്ല. ഡോക്ടർ മരിച്ച ഒന്നും ഇല്ലല്ലോ. അപ്പൊ കാര്യം ഇങ്ങനെ പറഞ്ഞു. അങ്ങനെ എല്ലാം പരിശോധിച്ചിട്ട് ഡോക്ടർ പറഞ്ഞ് ഇതിപ്പോ 4ാമത്തെ ഓപ്പറേഷൻ. ഡോക്ടർ പറഞ്ഞ് ഇനി യൂട്രസ് റിമൂവ് ചെയ്ത് കളയണം, അല്ലാതെ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ 2.5 വർഷക്കാലം ഇത് ഇങ്ങനെ ബ്ലീഡിങ്, അപ്പം ഇനി പറ്റൂല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അച്ഛൻ്റെ അടുത്ത് എന്നെ ഓപ്പറേഷൻ ചെയ്യണ്ട, എനിക്ക് പേടി, ഓൾറെഡി ഫുൾ കീറി കാരണം എനിക്ക് ഭയങ്കര പേടി, ഒത്തിരി ഓപ്പറേഷൻ കഴിഞ്ഞാൽ. പറഞ്ഞില്ല അങ്ങനെയല്ല, അല്ലാതെ കീഹോൾ സർജറി തന്നെ ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ ഡോക്ടർ ഓപ്പറേഷൻ ടേബിളിൽ കയറി ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് അച്ഛനോട് പറയാം, നിങ്ങൾ ഇനിയും താമസിച്ചായിരുന്നെങ്കിൽ ഒന്നെങ്കിൽ ക്യാൻസർ വന്നേനെ, അല്ലെങ്കിൽ ആളെ കിട്ടത്തില്ലായിരുന്നു. അത്രമേലും ഇതായിട്ട്. പക്ഷെ അതിലെല്ലാം എന്റെ ദൈവം എന്നെ നിർത്തിയതാണ്. അത് എപ്പോഴും ഞാൻ ആലോചിക്കും. പിന്നെ ഒരു ചൊവ്വാഴ്ച ഒരു സഹോദരി ഇങ്ങനെ സാക്ഷ്യം പറഞ്ഞ ഒരാളെ കുറിച്ച് ഒരു മാസം തന്നെ ബ്ലീഡിങ് ആയിട്ട് ആ വ്യക്തി തലകറങ്ങി വീണ് സീരിയസ് ആയിട്ട് ആശുപത്രിയിൽ കൊണ്ടുപോയി. അപ്പൊ എനിക്ക് അങ്ങനെ ഒരു അവസ്ഥ വന്നിട്ടേ ഇല്ല. ബ്ലീഡിങ് ആണ്, പക്ഷെ ഞാൻ അങ്ങനെ എനിക്കൊരു അവസ്ഥ വന്നിട്ടില്ല. ഞാൻ പ്രാർത്ഥിച്ച് പക്ഷെ ഞാൻ ഓപ്പറേഷന് ദൈവം സൗഖ്യം തരണം എന്ന് പറഞ്ഞിട്ട് തന്നെ, പക്ഷെ ദൈവം എനിക്ക് സൗഖ്യം തന്നെ തന്നു. കാര്യം എന്ന് പറഞ്ഞാൽ ഞാന് എപ്പോഴും മരിച്ചു പോകേണ്ടതായിരുന്നു. മരണം വരെ ഞാൻ വന്നതാണ്. മരണം വരെ വന്നിട്ടും ദൈവം എന്നെ മരണത്തിന് ഏൽപ്പിക്കാതെ, ദൈവത്തിന് എന്തോ പ്രവൃത്തി എന്നിൽ കൂടി ഉണ്ടായിരുന്നു. അത് കാരണം എന്നെ മരണത്തിന് ഏൽപ്പിച്ചില്ല. എന്റെ മോനെ ഗർഭിണി ആയിരുന്നപ്പോഴും അതുപോലെ തന്നെയായിരുന്നു. എല്ലാരും പറഞ്ഞു കുഞ്ഞിനെ കിട്ടത്തില്ല എന്ന്. അത്രമേലും ഇതായിരുന്നു. എനിക്ക് ഷുഗർ എല്ലാം കൂടി, കൊച്ചിന് അനക്കമില്ല, ഒന്നുകിൽ അമ്മ ഒന്നുകിൽ കുഞ്ഞിനെന്ന്. പക്ഷെ അവിടെ ഒരു ദേവദാസ, ഇതുപോലെ ചർച്ചിലെ ദേവദാസ പ്രാർത്ഥിച്ച് മരണം വരെ വരും, പക്ഷെ മരണം വരത്തില്ല, ദൈവം അതിൽ നിന്ന് ഒരു വിടുതൽ തരും എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ സീരിയസ് ആന്ന് പറഞ്ഞ് അവരെല്ലാം എഴുതി വാങ്ങി. എന്റെ ഭർത്താവിന്റെ അമ്മയാണ് വന്നത്. അവരെ കയ്യിൽ നിന്ന് തന്നെ ഒപ്പിട്ട് വാങ്ങി. എന്ത് സംഭവിച്ച ഒരു പ്രശ്നമില്ല എന്ന് പറഞ്ഞ് അങ്ങനെ എമർജൻസി എന്ന് പറഞ്ഞിട്ട് ലേബർ റൂമിലാണ് എന്നെ കയറ്റിയത്. ഒത്തിരി ഡോക്ടർമാർ ചുറ്റും നിന്നു. പക്ഷെ അവിടെയും ദൈവം എനിക്കും കുഞ്ഞിനും ഒരു ആപത്തും വരാതെ ദൈവം ഞങ്ങളെ വിടുവിച്ചു. എന്റെ ജീവിതത്തില് ഇന്ന് ഈ നിമിഷം വരെയും എന്നെ ഒത്തിരി എല്ലാ അവഗണനകളും മാറ്റി നിർത്തലും എന്റെ ജീവിതത്തിൽ വന്നപ്പോഴും ദൈവം വിവാഹ ജീവിതം, എനിക്കൊരു നല്ലൊരു ജീവിതം തന്നെ. പിന്നെ എന്നെ ഒത്തിരി പേര് എന്നെ സ്നേഹിക്കാനും എന്നെ ചേർത്ത് നിർത്താനും പ്രാർത്ഥിക്കാനും അവരുടെ കൂടെ ഇരുത്താനും ഞാൻ സംസാരിക്കത്തില്ലായിരുന്നു. കല്യാണം കഴിഞ്ഞ് എനിക്ക് പേടി. കാര്യം എന്ന് പറഞ്ഞാൽ അതിന് മുന്നേ ഞാൻ ആരോട് സംസാരിക്കത്തില്ല. സംസാരിക്കാൻ എനിക്ക് നാണക്കേടാണ് സംസാരിക്കാൻ. ഇങ്ങനെ ഇരിക്കുന്ന കാരണം അവര് എന്നെ ആ രൂപത്തിലാണ് കാണുന്നത്. ഞാന് കല്യാണം കഴിഞ്ഞിട്ട് ദൈവം എനിക്ക് ഒരു വലിയ അനുഗ്രഹം എന്ന് പറഞ്ഞ് എന്നെ സ്നേഹിക്കാൻ എനിക്ക് ഒത്തിരി പേരെ ദൈവം എനിക്ക് തന്നു. ഒത്തിരി പേരെ സ്നേഹിക്കാനും പ്രാർത്ഥിക്കാനും. അത് ദൈവത്തിന്റെ വലിയ. ഇപ്പൊ എനിക്ക് ഒന്നും കിട്ടിയിട്ടില്ലായിരുന്നു, പക്ഷെ എനിക്ക് പ്രാർത്ഥിച്ച് എന്റെ കയ്യിൽ നിന്ന് അനേകർക്ക്, ദൈവമക്കൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ദൈവം എന്നെ അനുഗ്രഹിച്ചു. അപ്പൊ അതെന്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത കാര്യം എന്ന് പറഞ്ഞാൽ ഈ നിമിഷം വരെ ദൈവം എന്നെ ഒന്നുമില്ലായ്മയില്ല. എനിക്ക് പറയാൻ ഒന്നുമില്ല. കാര്യം ഒരു പുകഴ്ചയോ ഒന്നും ഇന്നതൊക്കെ എനിക്ക് ഉണ്ടെന്ന് എനിക്ക് പറയാനില്ല.
ദൈവമാണ് എന്നെ ഇത്രയും മേൽ നിർത്തിയത്. മരണത്തിന് മുന്നിൽ നിന്ന് ദൈവം എനിക്ക് നല്ലൊരു ജീവിതം ദൈവം എനിക്ക് തന്നു. അപ്പൊ എന്റെ മനസ്സിനകത്ത് എന്റെ ദൈവം എനിക്ക് ചെയ്ത ഈ നന്മയെ, അനുഗ്രഹത്തെ എനിക്ക് ആരെങ്കിലും ഒരാളടുത്ത് ഞാൻ മറ്റുള്ളവരോട് പറയാറുണ്ട്. എന്റെ ദൈവം എനിക്ക് തന്ന ഈ വിടുതലിനെ പലപ്പോഴും ഞാൻ പലരടുത്ത് എന്റെ കൂടെ ഉള്ളവരടുത്തൊക്കെ പറയും, അവരോട് പറയുന്നേ. പക്ഷെ എന്റെ വ്യക്തിപരമായിട്ട് എന്റെ ജീവിതത്തിൽ എനിക്ക് ഒത്തിരി പ്രാർത്ഥിക്കാൻ, അത് കഴിഞ്ഞ് എനിക്ക് കാലിൽ യൂറിക് ആസിഡ് ആയി, എനിക്ക് നടക്കാൻ വയ്യാതെയായി. പിന്നെ ഇപ്പൊ ഞാൻ പ്രാർത്ഥിക്കുന്നത്, ദൈവം എന്നെ എത്ര അനുഗ്രഹിച്ച് എനിക്ക് കൊച്ചു കൊച്ചു വേദന എനിക്ക് ജീവിതത്തിൽ തരണം, എന്നാലേ എനിക്ക് എപ്പോഴും എന്റെ ദൈവത്തോട് അടുത്തിരിക്കാൻ എനിക്ക് കഴിയത്തുള്ളൂ. എനിക്ക് അത് കാരണം ഇപ്പൊ എനിക്ക് ഒത്തിരി പ്രാർത്ഥിക്കാനും, ചെറിയ ശാരീരിക വേദനകളും അസ്വസ്ഥതകളും മാനസികമായും അങ്ങനെയൊക്കെ ഒത്തിരി പ്രയാസങ്ങൾ എന്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിലും എനിക്ക് ദൈവസന്നിധിയിൽ നന്നായിട്ട് പ്രാർത്ഥിക്കാൻ, നിലനിൽക്കാൻ വേണ്ടി ഇത്രത്തോളം എന്നെ ദൈവം എന്നെ സഹായിച്ചു. അത് തന്നെ ഒത്തിരി അനുഗ്രഹമാണ്. അപ്പൊ ഇങ്ങനെ ഒരു സാക്ഷ്യം പറയാൻ ദൈവം എനിക്ക് ഒരുക്കി തന്ന വലിയൊരു സൗഭാഗ്യം തന്നെയാണ് എനിക്കിത്. ഞാൻ ഒരിക്കലും ചെയ്തില്ല. പക്ഷെ എനിക്കിങ്ങനെ മനസ്സിനകത്ത് ആഗ്രഹമുണ്ട്, ഇങ്ങനെ വല്ലവരോടൊക്കെ ഇത് പറയണം, ഇത് മറ്റുള്ളവർക്ക് ഇതൊരു ആവണം. കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ എന്റെ ജീവിതമാണ്, എന്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചതാണ്. അത്ര നിന്ദയും കഷ്ടതയും പട്ടിണിയും ഈ മാറ്റി നിർത്തൽ എന്ന് പറഞ്ഞാൽ, ഒറ്റപ്പെടുത്തൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല ആ വേദന എന്ന് പറഞ്ഞാൽ. പക്ഷെ ഇന്ന് ദൈവം ഞാൻ പറയുന്നത്, ദൈവം എന്നെ ഒത്തിരി അനുഗ്രഹിച്ച് ഇപ്പം അത് കാരണം എന്റെ ഒരു മനസ്സിനകത്ത് ഒരു ഇതുണ്ട്. ഞാൻ എപ്പോഴും ഞാൻ പ്രാർത്ഥിക്കുന്നത്, ദൈവമേ ഒരിക്കലും നിഗളിയായി പോകാൻ ഇടവരുത്തരുത്, ദൈവത്തെ മറന്ന് ജീവിക്കരുത്. കാരണം ഒന്നുമില്ലായ്മയിൽ വന്നത്. എന്റെ അമ്മ നന്നായിട്ട് പ്രാർത്ഥിക്കുകയും, എന്റെ അമ്മ ഈ ലോകത്തുനിന്ന് മരിച്ചിട്ട് 3 വർഷമായി. അതിവിടെ വെച്ച് തന്നെയാണ് മരിച്ചത്. ഒരു നല്ല ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു മരണമായിരുന്നു അമ്മയ്ക്ക് കിട്ടിയത്. അമ്മ വലിയ രോഗിയായിട്ടൊന്നും കിടന്നില്ല, 70 വയസ്സുണ്ടായിരുന്നു. രോഗിയായിട്ടൊന്നും കിടന്നില്ല, വയ്യാതെ വന്ന് ഞങ്ങൾ ആശുപത്രി കാണിച്ചു. അത് പ്രത്യാശയോടൊരു മരണം. ഇവിടെ വന്ന് എന്റെ അച്ചാച്ചനും ഞങ്ങൾ എല്ലാവരും വട്ടത്തിൽ ഇരുന്ന് സംസാരിച്ച് എന്നോട് അമ്മ ഒരു വാക്ക് എന്നോട് പറഞ്ഞു, മോളെ, നീ എന്ത് രോഗം വന്നാലും ഈ മരണത്തോട് മല്ലടിച്ചാലും നീ കിടന്നാലും വന്ന വഴി മറക്കരുത്, ദൈവത്തെ കൈവിടരുത്, ദൈവം എങ്ങനെയായാലും നീ പ്രാർത്ഥിക്കുക. അമ്മയ്ക്കറിയാം എന്റെ ഈ വയ്യാഴികയെല്ലാം അമ്മ ഉള്ളപ്പോഴായിരുന്നതെല്ലാം ഉണ്ടായിരുന്നത്. അമ്മ എപ്പോഴും പറയും നീ പ്രാർത്ഥിക്കണം. പക്ഷെ ഞാൻ ഒത്തിരി ഭാരപ്പെട്ടു. കാര്യം എനിക്ക് കൈത്താങ്ങ അമ്മ മാത്രമേ ഉണ്ടായിരുന്നു. അമ്മ ഇന്നതൊന്ന് പ്രാർത്ഥിക്കാൻ പറയുമ്പോഴത്തേനും അമ്മ ഏത് പാരാത്രിയായാലും എനിക്ക് വേണ്ടി അമ്മ പ്രാർത്ഥിക്കും. അതെനിക്കൊരു ബലമായിരുന്നു. പക്ഷെ അമ്മ നഷ്ടപ്പെട്ടെന്ന് ഞാൻ ചിന്തിച്ചു, കർത്താവേ, ഞാൻ എങ്ങനെ നിലനിൽക്കും? എനിക്ക് പ്രാർത്ഥിക്കാൻ ആരും ഇല്ല, എന്നൊന്ന് സപ്പോർട്ട്. ഇവിടെ ആയാലും അച്ഛനും അമ്മയൊന്നും വിശ്വാസത്തിലല്ല. ഇപ്പൊ എനിക്ക് ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ ആരും ഇല്ലല്ലോ എന്ന് ഞാൻ ചിന്തിച്ചു. പക്ഷെ അവിടെയല്ല, എന്തോ എനിക്ക് അറിഞ്ഞുകൂടാ, എന്തോ ഒരു ശക്തി എനിക്ക് ദൈവം തരാറുണ്ട്. അവിടെ പിടിച്ചു നിൽക്കുക, പ്രാർത്ഥിക്കുക, സന്തോഷത്തോടെ എല്ലാരും മുന്നില് പണ്ട് എപ്പോഴും കരഞ്ഞും ദുഃഖിച്ചും ഒക്കെ നടക്കും. പക്ഷെ ഇപ്പൊ മറ്റുള്ളവരുടെ മുന്നിൽ സന്തോഷത്തോടെ പലരും എൻ്റെ അടുത്ത് ഇതുപോലത്തെ വിഷയങ്ങൾ പറയുമ്പോൾ എനിക്ക് അവരുടെ അടുത്ത് ഈ വചനം പറഞ്ഞ് ആശ്വസിപ്പിക്കാൻ ദൈവം എനിക്ക് അങ്ങനെ ഒരു കൃപ എനിക്ക് തന്നു. ഇന്ന് ഞാൻ പ്രാർത്ഥിക്കുന്ന ദൈവസന്നിധിയിൽ എന്നും നിലനിൽക്കണം, വിശ്വസ്തയോടെ ജീവിക്കണം. ഇത് മാത്രമാണ് ഞാൻ ഇപ്പോഴും ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നത്. അപ്പൊ ഈ സാക്ഷി എന്റെ ജീവിത സാക്ഷ്യം കേട്ട് അനേകർക്ക് ഇതുപോലത്തെ ഒത്തിരി പ്രയാസങ്ങൾ, പെണ്ണുങ്ങൾ ആരും അങ്ങനൊന്നും തുറന്ന് ഈ വിഷയങ്ങളൊന്നും തുറന്ന് അങ്ങനൊന്നും പറയത്തില്ല. പക്ഷെ അനേകര് എന്റെ ഈ സാക്ഷ്യം കേട്ട്, എന്റെ ജീവിതത്തിലെ ഈ അനുഭവം കേട്ട് അത് മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമായി തീരണം. അതിനു വേണ്ടി മാത്രമാണ് ഞാൻ ഇത് പറഞ്ഞത്. അതുപോലെ തന്നെ എന്റെ ജീവിതത്തിൽ ദൈവം തന്ന വിടുതല് എന്ന് പറഞ്ഞാൽ എത്ര പറഞ്ഞാലും മതിയാവത്തില്ല. അപ്പൊ അതുപോലെ നമ്മൾ ഏത് കഷ്ടതയായാലും പ്രയാസമായാലും ദൈവത്തെ മുറുകെ പിടിച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിൽ വിശ്വസ്തയോടെ എത്ര ഇത് വന്നാലും ദൈവത്തെ തള്ളി പറയാതെ നിൽക്കാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ച് നിലനിൽക്കണം. അതാണ് ദൈവത്തിന്റെ വലിയ കൃപ. ദൈവകൃപയ്ക്ക് വേണ്ടി ഇപ്പോഴത്തെ കാലം എന്ന് പറയുമ്പോൾ എല്ലാരും ഈ ലോകം കണ്ടു ലോകമോഹങ്ങളിൽ ഓടി പോവുകയാണ്. പക്ഷെ അതല്ല, നമുക്ക് ദൈവം തന്ന ആ കൃപയിൽ വിശ്വസ്തയോടെ നീതിയോടെ നിലനിൽക്കാൻ വേണ്ടി എന്ന് ദൈവം
പിന്നെ അതുപോലെ സഹോദരിമാരാണെങ്കിൽ ഒരു ദിവസം ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നമ്മുടെ തലമുറകൾക്ക് നശിച്ചു പോകുന്ന തലമുറകളെല്ലാം നശിച്ചു പൊക്കോണ്ടിരിക്കുക, അങ്ങനത്തെ ഒരു കാലഘട്ടം. അപ്പൊ ഒരു ദിവസമെങ്കിലും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമ്മുടെ വിശ്വാസികളായാലും ആരെയും കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഉപസിക്കുവാനും പ്രാർത്ഥിക്കുവാനും നമ്മൾ കണ്ടെത്തണം. പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമായി തീരണം. അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഇത്രയും സമയം എനിക്ക് അനുവദിച്ചു തന്ന ദേവദാസിന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഒത്തിരി സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇത്രയും നേരം എന്നെ കണ്ടുകൊണ്ടിരുന്ന ആരോമ TV ചാനലിലെ എല്ലാ പ്രേക്ഷകർക്കും എന്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. എനിക്കും എന്റെ കുടുംബത്തിനും എന്റെ കുഞ്ഞുങ്ങൾക്കും വേണ്ടി എല്ലാ ദൈവമക്കളും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഈ അവസരം ഒരുക്കി തന്ന പാസ്റ്റർക്ക് എന്റെ ഹൃദയം നിറഞ്ഞ ദൈവനാമത്തില് ഹൃദയം നിറഞ്ഞ സ്നേഹവന്ദനം ഞാൻ അറിയിക്കുന്നു. പ്രിയ സുനിത സിസ്റ്ററിന്റെ ജീവിതത്തിലെ അനുഭവങ്ങൾ, ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികൾ, വിടുവിച്ച വിധങ്ങൾ ദൈവനാമ മഹത്വത്തിന് വേണ്ടി പറയുവാൻ കർത്താവ് കൃപ ചെയ്ത് ഓർത്ത ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പലപ്പോഴും പുറത്തു പറയാൻ മടിക്കുന്ന പല വിഷയങ്ങളും നമ്മുടെ കണ്ണിന് മുൻപിൽ ജീവിതത്തിൽ അനുഭവിച്ച് അത് ആരും അറിയാതെ, ഇരുചെവി അറിയാതെ കടന്നു പോകുമ്പോൾ, വേദപുസ്തകത്തിൽ തന്നെ 12 വർഷക്കാലം രക്തസ്രാവക്കാരിയായിരുന്ന സ്ത്രീ, അവളത് ആരോടും പറയാതെ അവൾ അത് മറച്ചു വെച്ചു. അവളാൽ ചെയ്യാവുന്ന എല്ലാ ട്രീറ്റ്മെൻറ്റുകൾ ചെയ്തു, എന്നാൽ അവൾക്ക് രോഗസൗഖ്യം കിട്ടിയില്ല. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ തൊട്ടപ്പോൾ അവൾക്ക് സൗഖ്യം ലഭിച്ചു. പ്രിയ സുനിത സിസ്റ്ററിൻ്റെ ജീവിതത്തിൽ ആരോടും പറയാൻ കഴിയാത്ത പല വിഷയങ്ങളും ദൈവസന്നിധിയിൽ ലഭിച്ചതായ വിടുതലുകളെക്കുറിച്ച് ദൈവനാമ മഹത്വത്തിന് വേണ്ടി പങ്കുവയ്ക്കുവാൻ ഇപ്പോൾ കർത്താവ് കൃപ ചെയ്തും ആ സാക്ഷ്യം രോമാ TVയുടെ പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കുമ്പോൾ തീർച്ചയായിട്ടും മനുഷ്യൻ കേൾക്കുവാനോ മനുഷ്യന് സൗഖ്യമാക്കുവാനോ മനുഷ്യന് ചെയ്യുവാനോ കഴിയുന്നതിനപ്പുറമായിട്ട് സർവശക്തനായ കർത്താവ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ കഴിയുമെന്നുള്ള വസ്തുത നാം തിരിച്ചറിഞ്ഞ് ദൈവത്തിന് നന്ദി പറയുവാൻ ഈ വാക്കുകൾ മുഖാന്തരമായി തീരട്ടെ. നമ്മെ എല്ലാവരെയും ദൈവം സഹായിക്കട്ടെ. ഈ കുടുംബത്തെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. സഹോദരിയെയും 3 കുഞ്ഞുങ്ങളെയും സുരേഷ് ബ്രദറിനെയും ദൈവം അനുഗ്രഹിക്കട്ടെ. അവരുടെ കുടുംബജീവിതം ധന്യമായി തീരട്ടെ. ദൈവനാമം അവരോട് മയംപെട്ടെ. നാം ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അരോമാ TVയുടെ പ്രേക്ഷകർക്ക് വേണ്ടി സുനിത സിസ്റ്റർ ഒരു വാക്കിൽ ചുരുക്കം വാചകങ്ങളിൽ ദൈവത്തിന് പ്രാർത്ഥന നമ്മെ സഹായിക്കും. പ്രാർത്ഥിക്കും. ദൈവമേ, സ്തോത്രം 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 സ്തോത്രം. സ്നേഹവാനും പരിശുദ്ധനുമായ എന്റെ ദൈവമേ, അങ്ങയുടെ പാദപീഠത്തിലേക്ക് കടന്നു വരുവാൻ സ്വർഗം തന്ന നല്ല കൃപയ്ക്കായി സ്തോത്ര. ഈ ആരോമ TVയിൽ കർത്താവേ അടിയങ്ങളെ സാക്ഷ്യം പറയുവാൻ വേണ്ടി കർത്തൃദാസൻ കർത്താവേ അടിയങ്ങൾക്ക് ഒരുക്കി തന്ന ഈ നല്ല കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ദൈവമേ, സ്തോത്രം ചെയ്യുന്നു. ആരോമ TV ചാനലിലെ എല്ലാ പ്രേക്ഷകർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവെ അനുഗ്രഹിക്കണമേ. ദൈവത്തിന്റെ കൃപ കൊണ്ട് നിറയ്ക്കണം കർത്താവ്. അടിയങ്ങൾ പറഞ്ഞ സാക്ഷി കർത്താവേ, എന്റെ ദൈവമേ, അനേകർക്ക് കർത്താവെ അതൊരു അനുഗ്രഹമാക്കി തീർക്കണം കർത്താവെ, ഒരു വിടുതലാക്കി തീർക്കണം കർത്താവെ. സ്തോത്രം ചെയ്യുന്ന കർത്താവെ. ഈ ആരോമ TV ചാനൽ കർത്താവെ അനേകർക്ക് കർത്താവെ ദൈവമേ അനുഗ്രഹമാക്കി തീർക്കണം കർത്താവെ. പുതിയ ആൾക്കാര് ദൈവമേ സാക്ഷ്യമായി കടന്നു വരുവാൻ ദൈവമേ ഇതിനെ കർത്താവ് ഈ പ്രസ്ഥാനത്തെ വലിയ വളർച്ച ദൈവം നൽകി കർത്താവെ. ഇതിന്റെ കർത്താവെ ഇതിന്റെ നടുവിൽ പ്രവർത്തിക്കുന്ന കർത്താവെ ദൈവമേ, പാസ്റ്റർ ഡാനിയൽ ജോൺ പാസ്റ്റർ ദൈവമേ, കുടുംബമായി കർത്താവെ ഒരു കൂടെ പ്രവർത്തിക്കുന്ന എല്ലാവരെയും സ്വർഗത്തിലെ ദൈവം അനുഗ്രഹിക്കണമേ. ദൈവത്തിന്റെ കൃപ കൊണ്ട് പൊതിയണം കർത്താവെ. അവസരം ഒരുക്കി തന്നതിനായി സ്തോത്രം ചെയ്യുന്ന ദൈവമേ, ദേവദാസിനെ ധാരാളം അനുഗ്രഹിക്കണമേ. ദൈവകൃപ കൊണ്ട് നിറയ്ക്കണം കർത്താവെ. സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥന കേട്ടിരിക്കായി സ്തോത്രം. യേശു കർത്താവിന്റെ നാമത്തിൽ താഴ്മയോട് അപേക്ഷിക്കുന്നു, കേൾക്കുമാറാകണമേ. ആമേൻ. 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 താങ്ക് യു പ്രിയ സുനിത സിസ്റ്റർ. ഇത്രത്തോളം സമയം ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെക്കുറിച്ച് ദൈവനാമ മഹത്വത്തിനുണ്ട് അരോമാ TVയുടെ പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുവാൻ സമയം വേർതിരിച്ചതിന് പ്രിയ സിസ്റ്ററിനോടും കുടുംബത്തോടുള്ളതായ നന്ദി സ്നേഹത്തിനടുത്ത് അറിയിക്കുന്നു. ദൈവമായ കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ. സൗഖ്യാരോഗ്യം ദീർഘായുസ്സ് തരട്ടെ. കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ പിന്നെ ദൈവ അവസരങ്ങൾ ഒരുക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ കേട്ടുകൊണ്ടിരുന്ന മാന്യ ശ്രോതാക്കളുള്ളതായ നന്ദി സ്നേഹത്തിനടുത്ത് അറിയിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ജീവിതാനുഭവം അനുഗ്രഹമായി തീർന്നു ഞങ്ങൾ വിശ്വസിക്കുകയാണ്. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുക്കും. അവരും കേട്ട് അനുഗ്രഹിക്കപ്പെട്ട് അതിലൂടെ ദൈവനാമയപ്പെടുവാൻ മുഖാന്തരമായി തീരുമല്ലോ. മാത്രമല്ല നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ട്, ഞങ്ങളുമായി ബന്ധപ്പെടുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ വിവരം അറിയിക്കൂ. ഞങ്ങൾ നിങ്ങൾക്കൊണ്ട് പ്രാർത്ഥിക്കാം. മാത്രമല്ല നിങ്ങൾ aroma.tv.co.in എന്ന വെബ്സൈറ്റിൽ നിങ്ങൾക്ക് സന്ദർശിക്കാവുന്നതാണ്. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതാനുഭവമായി
വീണ്ടും കാണുമ്പോഴേയും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com